ലാർജ് ലാംഗ്വേജ് മോഡൽസ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് വേർഡ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നിക്കിലാണ്. നെക്സ്റ്റ് വേർഡ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലാദ്യം ചെയ്യുന്നത് നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ടില്ലേ നമ്മൾ കൊടുക്കുന്നത്, സോ ആ ഒരു ഇൻപുട്ടിനെ ഫുള്ളി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ടോക്കൺസ് ആയിട്ട് ചേഞ്ച് ആക്കും. അശ്വക്ക് വിസിബിൾ അല്ലേ? അപ്പോൾ ആ ഒരു ടോക്കൺസ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തിട്ട് ഈ നെക്സ്റ്റ് വേർഡ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ആ ടോക്കൺസിനെ മാച്ച് ചെയ്യാനാണ് ഈ ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽസ് ട്രൈ ചെയ്യുക. സോ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് അത് കുറേ കാലമായിട്ട് പറയുന്നതും. അതായത് നമ്മളിപ്പോൾ കുറേ ഡാറ്റ വെച്ചിട്ട് അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. ഇപ്പോൾ നോളജ് കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. നോളജ് കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസിനെ എപ്പോഴും ട്രെയിൻ ചെയ്യിക്കുന്നത്, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ക്ലൗഡയുടെ മോഡൽ ഇറങ്ങുകയാണ് അല്ലെങ്കിൽ GPT മോഡൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസം മുന്നേ വരെയുള്ള നോളജ് ടോട്ടലി അതിന് പഠിപ്പിക്കും. അതിൽ കൂടുതൽ അതിനൊന്നുമില്ല. റിയൽ ടൈം ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് അത് റാഗ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് റിയൽ ടൈമിൽ ഇപ്പോൾ ഇന്നത്തെ ഫ്ലൈറ്റിൻ്റെ എന്തെങ്കിലും ചാർട്ടിങ്ങോ എന്തെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയില്ല. എന്താണോ അതിന് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് അതുവരെയുള്ള ഡാറ്റ മാത്രമേ അതിനറിയുള്ളൂ. ആൻഡ് ഇത് ഓരോ വേർഡായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. നെക്സ്റ്റ് വേർഡ് പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആൻഡ് അതിന് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുകയും ചെയ്യും. സ്ട്രീമിംഗ് ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് ഒരു സെക്ഷൻ ബൈ സെക്ഷൻ അല്ലേ അത് ജനറേറ്റ് ചെയ്ത് വരിക. സോ അത് സ്ട്രീമിംഗ് എന്ന് പറയും. ആ ഒരു സെക്ഷൻ ബൈ സെക്ഷൻ അല്ലെങ്കിൽ ടോക്കൺസ് ആയിട്ടാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ടോക്കൺസ് കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വേർഡ്സ് ആയിട്ട് ജനറേറ്റ് ചെയ്തത്. ആൻഡ് ഇതിൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് പാരാമീറ്റേഴ്സ് അതിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ മോഡൽസിൽ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യില്ലേ, അതേപോലെ ലാർജ് ലാംഗ്വേജ് മോഡൽസിൻ്റെ ഈ ജനറേഷനും ആ ഒരു പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ എന്നൊക്കെ പറയും. ടെമ്പറേച്ചറാണ് ആ ഒരു ക്രിയേറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഏറ്റവും ഹൈ ആണെന്നുണ്ടെങ്കിൽ ഹൈ ക്രിയേറ്റിവിറ്റി ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലോകത്ത് എവിടെ ഉള്ള ഒരാളും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത് ടെമ്പറേച്ചർ സെയിം ആണെന്നുണ്ടെങ്കിൽ. സോ നമ്മൾ അതിനനുസരിച്ചിട്ട് ഈ ഒരു ക്രിയേറ്റിവിറ്റി ലെവൽ കൂടിയും കുറഞ്ഞൊക്കെ കിട്ടും. നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് ഒരു ടെമ്പറേച്ചർ കമ്പനി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതിൽ നിന്നാണ് നമുക്ക് കിട്ടുക. സോ ടോക്കണൈസേഷൻ ഓൾറെഡി NLPയിൽ പറഞ്ഞാണ് ആ വേർഡ് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ LLMസും ഇപ്പോൾ GPT ഉണ്ട്, ക്ലൗഡ് ഉണ്ട്, ഡീപ് സീക്ക് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ടല്ലോ. സോ ഓരോ മോഡൽസും ഓരോ രീതിയിലായിരിക്കും ടോക്കണൈസേഷൻ ചെയ്യുന്നത്. ചിലതിൻ്റെ ആ ഒരു കോർപ്പസ് എന്ന് പറഞ്ഞില്ലേ, ലാർജ് ഒരു ടെക്സ്റ്റ് കോർപ്പസ് എന്ന് പറഞ്ഞു NLPയിൽ, അതേപോലെ ഇവിടെ ഉണ്ടാവും കോർപ്പസ് എന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു ഇതിൻ്റെ ഡിഫറൻസിൽ അതിനാവശ്യമുള്ള പോലെ ആയിരിക്കും അവർ ടോക്കണൈസേഷൻ ചെയ്യുന്നത്. ചിലതിൽ റീസണിങ് എന്നുള്ളത് ഒറ്റ വേർഡായിട്ട് കിട്ടും, ചിലതിൽ അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് റീസൺ എന്നുള്ളതും ING എന്നുള്ളത് സെപ്പറേറ്റ് ടോക്കണായിട്ട് എടുക്കും. സോ ഈ രീതിയിലാണ് ടോക്കണൈസേഷൻ മെയിനായിട്ട് നടക്കുന്നത്. സോ ഓരോ മോഡലിനും ഓരോ രീതിയിലായിരിക്കും ലാർജ് ലാംഗ്വേജ് മോഡൽ. So the simple act of predicting what comes next is the foundation of how large language models operate. ആക്ച്വലി തിങ്ക് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. റീസണിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡ്സ് ഉണ്ടെങ്കിലും തിങ്ക് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. അത് പാറ്റേൺ മാച്ചിങ് ആണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് സ്റ്റിൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കുറച്ചൊക്കെ ഇൻ്റലിജൻ്റ് ആയി അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരുന്നുണ്ട് എന്നുള്ളൂ. എക്സാക്ട്ലി ഹ്യൂമൻസ് തിങ്ക് ചെയ്യുന്ന പോലെ ലാർജ് ലാംഗ്വേജ് മോഡൽസിന് തിങ്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ് നമ്മൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എനർജി അല്ല ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ടൈപ്പ് ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. ഇത് ട്രാൻസ്ഫോമർ ബേസ്ഡ് ആണ് വരുന്നത്. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കിടെക്ചർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യോളോയിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ CNN ബാക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് യോളോ 11 ആ ഒരു ഇതൊക്കെ വന്നപ്പോൾ മൾട്ടിപ്പിൾ ആർക്കിടെക്ചറായിട്ട് ട്രാൻസ്ഫോമേഴ്സും ബേസ് ചെയ്തിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ എൻകോഡർ ഡീകോഡർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ആർക്കിടെക്ചറാണ് LLMസിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു LLMs ഇവോൾവ് ചെയ്ത് വന്നത് അറ്റൻഷൻ ഈസ് ആൾ യു നീഡ് എന്ന് പറഞ്ഞിട്ടൊരു റിസർച്ച് പേപ്പർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ നെക്സ്റ്റ് വേർഡ് പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ 2 ടൈപ്പാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് MOE എന്ന് പറഞ്ഞിട്ട് മിക്സർ ഓഫ് എക്സ്പേർട്സും, ഒന്ന് നോർമലി ഈ ടോട്ടൽ ബ്രെയിൻ യൂസ് ചെയ്യേണ്ട ആർക്കിടെക്ചറിൻ്റെ എല്ലാ പാർട്ടും യൂസ് ചെയ്യേണ്ട ഒരു ടൈപ്പാണ്. എല്ലാ പാർട്ടും യൂസ് ചെയ്യേണ്ട ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 1+2 അല്ലെങ്കിൽ 2+3 നമ്മളടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മാത്സിൻ്റെ ഇത് മാത്രം റൺ ചെയ്യിച്ചാൽ മതി. നോർമലി
ചെയ്യുന്നത് നമുക്ക് 1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്പറാണ് +2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്പറാണ്, അതിൻ്റെ അഡീഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അത്രയും ആലോചിച്ചിട്ട് ചെയ്താൽ മതി. പക്ഷേ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ടോട്ടൽ ബ്രെയിൻ റൺ ചെയ്യിക്കണമായിരുന്നു. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വന്നു. മാത്സിൻ്റെ ആ ഒരു ഏരിയ മാത്രമല്ല, ജസ്റ്റ് അത് മാത്രം ഫോക്കസ് ചെയ്യേണ്ടോടത്ത് ടോട്ടൽ ആ ഒരു ബ്രെയിൻ റൺ ചെയ്യിക്കണം. അപ്പോൾ കൂടുതൽ എനർജി വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഡാറ്റ സെൻറ്റേഴ്സൊക്കെ അത്ര ഹെവി ആയിട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട്. അനദർ ടൈപ്പ് ഈസ് MOE എന്ന് പറയും, മിനിസ്റ്റർ ഓഫ് എക്സ്പേർട്സ് എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ ആ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററിയുടെ പാർട്ട് പോയി റൺ ചെയ്യേണ്ട ആവശ്യമില്ല, മാത്സിൻ്റെ മാത്രം റൺ ചെയ്യിക്കാം. അപ്പോൾ MOE എന്ന് പറഞ്ഞിട്ട് ദെൻ അവിടെ നിന്ന് കുറച്ചുകൂടി ഇവോൾവ് ആയിട്ടാണ് ഇപ്പോൾ വേൾഡ് മോഡൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. VLJPA എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോഡൽസ് ഉണ്ട്, പിന്നെ മെറ്റയുടെ കുറച്ച് മോഡൽസ് ഉണ്ട്. സോ ഈ ടൈപ്പിലൊക്കെ റിസർച്ച് സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു. LLMസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്, ഇൻ കേസ് നമ്മൾ ഈ ഡാറ്റ റൺ ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, LLMസിന് ഇനി പഠിക്കാൻ ഡാറ്റ തന്നെ ഇല്ല. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഡൽസ് തന്നെ പുതിയ ഡാറ്റ ജനറേറ്റ് ചെയ്തിട്ട് അത് സ്മോൾ മോഡൽസിനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ GPT-യുടെ വലിയ മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ മോഡൽസ് ആദ്യം ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ഈ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടാവുമല്ലോ, കോമ്പിനേഷൻസ് ഇങ്ങനെ റൺ ചെയ്യിച്ചിട്ട് അത് ചെറിയൊരു മോഡലിനെ പഠിപ്പിക്കും. ഇപ്പോൾ GPT 5.6 സോൾ എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു മോഡൽ ഓൾറെഡി ഹെവി ആയിട്ടുള്ളൊരു മോഡൽ ഉണ്ടാവും. അതിന് ഡിസ്റ്റിലേഷൻ എന്ന് പറയും. ആ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടാവുമല്ലോ, ഒരു 1000 ആൻസേഴ്സ് അല്ലെങ്കിൽ 2000 ആൻസേഴ്സ് ഒരേ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനുള്ള ടൈപ്പ് ഉണ്ടാവും. അതിങ്ങോട്ട് പാരാമീറ്റേഴ്സ് ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ കുറേ പാർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാ ഡാറ്റയും, വേൾഡിലുള്ള എല്ലാ ഡാറ്റയും ഇതിന് ഫീഡ് ചെയ്ത് കൊടുത്തു, പിന്നെ പഠിപ്പിക്കാൻ ഡാറ്റ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കുറേയൊക്കെ ഈ സിന്തറ്റിക് ഡാറ്റ പോലെ അങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ ഡാറ്റ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് അതിനെ അത്രയും ട്രെയിൻ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അത്രയും എനർജി വരുന്നത്. With enough exposure, the model becomes remarkably good at continuing any piece of text in coherent, meaningful way. At the technical level, an LLM processes text in small units called tokens. So ഈ tokens ആയിട്ടാണ് processing. A token may be a word, part of a word, or even punctuation. Depends on model ആയിരിക്കും ഈ tokenization നടക്കുന്നത്. And the model looks at the tokens so far and predicts the next one. So ഈ നെക്സ്റ്റ് വേർഡ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടോക്കൺ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നടക്കണം, ചെയ്യുന്നതാണ് വരുന്നത്. Then everything an LLM does, from summarizing a document, generating a function, or explaining a concept, emerges from choosing the next token that best fits the patterns it has learned. So ആ പാറ്റേൺസ് അണ്ടർസ്റ്റാൻഡ്, കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിരുന്നില്ലേ. സോ ആ ഒരു കോണ്ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഈ പാറ്റേൺസ് വെച്ചിട്ടാണ്. നമ്മൾ വെക്ടർ എംബഡിങ്സ് പറഞ്ഞായിരുന്നു, ആ എംബഡിങ്സ് ആയിട്ടാണ് ഈ ടോക്കൺസ് പിന്നെ സ്റ്റോർ ചെയ്യുക വെക്ടർ ഡാറ്റാബേസസിൽ. സോ ആ ഒരു ഇത് മാച്ച് ചെയ്തിട്ട് അത് കുറച്ചുകൂടി ഫാസ്റ്റാണ്, നോർമൽ ഡാറ്റാബേസിനെ അപേക്ഷിച്ചിട്ട് അത് കുറച്ചുകൂടി ഫാസ്റ്റാണ്. സോ നമ്മൾ അത് മാച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് എംബഡിങ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടുന്ന വേർഡ്സ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാണ് നമുക്ക് ഔട്ട് തരിക. അതാണ് നോർമലി LLM ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഇനി വരുന്നത് ആ ട്രാൻസ്ഫോമറിൻ്റെ ആർക്കിടെക്ചറാണ്. ഓക്കെ, ഇതിൽ എൻകോഡർ, ഡീകോഡർ രണ്ട് ബ്ലോക്ക് ഉണ്ടാവും. സോ അവിടെ നിന്ന് ഇൻപുട്സ് വരുന്നു. പൊസിഷണൽ എംബഡിങ് എന്ന് പറഞ്ഞിട്ട്, എംബഡിങ് ആ ഒരു കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ ഇപ്പോൾ കിങ് മൈനസ് മാൻ പ്ലസ് വിമൺ ഈക്വൽ ടു ക്യൂൻ, അപ്രോക്സിമേറ്റ്ലി ക്യൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിരുന്നത്. സോ ആ ഒരു സംഭവമാണ് ഈ എംബഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് സ്റ്റോർ ചെയ്യുന്നത് വെക്ടർ ഡാറ്റാബേസസിലാണ്. നമ്മുടെ നോർമൽ ഡാറ്റാബേസസ് വെച്ച് നോക്കുമ്പോൾ വെക്ടർ എംബഡിങ്സ് ഒരുപാട് ഡയമെൻഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് സൂം ചെയ്യണം. ട്രാൻസ്ഫോമർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്? സ്റ്റോർ ചെയ്യാനല്ല, ഇത് വരുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. ട്രാൻസ്ഫോമേഴ്സ് അതിൽ യൂസ് ചെയ്യില്ലേ, ആക്ടിവേഷൻ ഫംഗ്ഷൻ പോലെ? അതൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട്, ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട്. ഫോർവേഡ് പ്രൊപ്പഗേഷൻ ആണ്. ഇതൊരു ആർക്കിടെക്ചറാണ് ശരിക്കും പറഞ്ഞാൽ. ആർക്കിടെക്ചറിൻ്റെ ഉള്ളിൽ അതിനൊരു ഹെവി ന്യൂറൽ നെറ്റ്വർക്കും ഉണ്ടാകും. ട്രാൻസ്ഫോമേഴ്സ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻകോഡറും ഡീകോഡറും ഉള്ളതുണ്ടാവും, പിന്നെ ഈ ഡീകോഡർ
സോ എൻകോഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ നമുക്ക് കിട്ടുന്ന ഇൻപുട്ട്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള പാർട്ടാണ് എൻകോഡർ എന്ന് പറയുന്നത്. ഡീകോഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന പാർട്ട്, അതാണ് സിംപ്ലി എൻകോഡർ ഡീകോഡർ. സോ ആ ഒരു ആർക്കിടെക്ചറാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ വേറൊരു ആർക്കിടെക്ചറാണ് MOE എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നോ അതിനെ കൺവേർട്ട് ചെയ്യുന്നു. ഇതിലിപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ടല്ലേ പോകുന്നത്. അത് ഈ നെറ്റ്വർക്കിൽ ഫുള്ളി കടന്നു പോയിട്ട് വേണം ഡീകോഡർ ബ്ലോക്കിലേക്ക് പോകാൻ. ആൻഡ് MOE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ എക്സ്പേർട്സ് ഉണ്ടാവും. സോ അതിൽ ഏത് പാർട്ടിൽ വേണോ ആ പാർട്ടിൽ കറക്റ്റ് കിട്ടാൻ. ഇതിൽ പോവായിരുന്നെങ്കിൽ ഈ ടോട്ടലി ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം ജനറേറ്റ് ചെയ്യും. അപ്പോൾ അത് ടോട്ടൽ എന്താണ് എടുത്താൽ അത് ടോട്ടലി ഈ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം ജനറേറ്റ് ചെയ്യാൻ. സോ ഇൻപുട്സ് അവിടെ പൊസിഷൻ നമ്പറിങ് ചെയ്യുന്നു. ഇൻപുട്സ് ടോക്കൺസ് ആയിട്ട് വരുന്നില്ലേ, അതാണ് ഈ ഒരു പാർട്ട് കാണിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട്. then അതൊക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ട് പൊസിഷൻ നമ്പറിങ് ചെയ്യുന്നു. വെക്ടർ ഡാറ്റാബേസസ് യൂസ് ചെയ്തിട്ട് ഈ ഡീകോഡർ ബ്ലോക്കിലേക്ക് അതിനെ കടത്തി വിടാം. ലെയർ നോർമലൈസേഷൻ, മാസ്ക്ഡ് സെൽഫ് അറ്റൻഷൻ. അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RNNലൊക്കെ പറഞ്ഞിരുന്നില്ലേ, അതായത് ഓരോ വേർഡ് വരുമ്പോൾ അതിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. സോ അതേപോലെ ഒരു ടെക്നിക്കാണ് മാസ്ക് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുന്നത്. ലെയർ നോർമലൈസേഷൻ അപ്ലൈ ചെയ്യുന്നു, അത് ഈ നെറ്റ്വർക്കിൽ കൂടെ കടത്തി വിടുന്നു. ഡീകോഡർ ബ്ലോക്കിലേക്ക് അത് പോയിട്ട് ജനറേറ്റ് ചെയ്യുന്നു ടോക്കൺസ് ആയിട്ട്. സോ ഈ ടോക്കൺസ് എത്ര ടോക്കൺസ് വരണം എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനനുസരിച്ചുണ്ടാകും. ഇപ്പോൾ GPTയുടെ സെർവറിന് വരുന്നത് നോർമൽ GPT ഇല്ലേ, അതിൻ്റെ സെർവറിന് വരുന്നത് അതിൻ്റെ ലേറ്റൻസി ഭയങ്കര കുറവായിരിക്കും. സോ ലേറ്റൻസി കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടാണ്. ഇപ്പോൾ 10 മില്ലി സെക്കൻഡെന്നും 100 മില്ലി സെക്കൻഡെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മില്ലി സെക്കൻഡാണ് നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസിൻ്റെ ടൈം തീരുമാനിക്കുന്നത്. 10 മില്ലി സെക്കൻഡാണ് അവിടെ കുറവ്, അതാണ് ലേറ്റൻസി എന്ന് പറയുന്നത്. സോ ഈ ടോക്കൺസ് എത്ര ടോക്കൺസ് പെർ സെക്കൻഡ് ആണെന്നുള്ളതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ സ്പീഡ് നോക്കുന്നത്. To formalize a large language model is a transformer-based neural network trained on massive text corpus. നേരത്തെ പറഞ്ഞ ആ ഒരു നോളജ് കട്ട് ഓഫ് ഇല്ലേ, അത് ഇതിലാണ് വരുന്നത്. ഒരു മാസീവ് ടെക്സ്റ്റ് കോർപ്പറ അല്ലെങ്കിൽ മീഡിയാസിലൊക്കെയാണ് അത് ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. ടു പ്രഡിക്ട് ദ നെക്സ്റ്റ് ടോക്കൺ ഇൻ എ സീക്വൻസ് ആൻഡ് ത്രൂ ദിസ് പ്രോസസ് അക്വയർസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, ജനറേറ്റ് ആൻഡ് റീസൺ വിത്ത് ഹ്യൂമൻ ലാംഗ്വേജ്. സോ ഇതിൻ്റെ കൂടെയും അവർ NLPയുടെ കുറേ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിന് മീനിങ് ഒന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ആൻഡ് നീഡ് ഫോർ LLMs. ബിഫോർ LLMs AI systems were built for specific tasks. ട്രാൻസ്ലേഷൻ സിസ്റ്റംസ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, ഗൂഗിളിൻ്റെ ട്രാൻസ്ലേഷൻ സിസ്റ്റംസ്. സോ അതൊക്കെയാണ് RNN, LSTM, GRL എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ഫോമർ ബേസ്ഡ് ആർക്കിടെക്ചറിലേക്ക് അത് ചേഞ്ച് ചെയ്തിട്ട് അവിടെയും ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നത് ചെയ്യാൻ തുടങ്ങി. 2020 എന്തോ അല്ലേ GPT അതാണ് RNNs, LSTM, GRL. അത് ഇതെടുത്തപ്പോൾ പറഞ്ഞു ഡീപ് ലേണിങ്ങിൻ്റെ ആ ഒരു ഇതാണ്. ഇപ്പോൾ അങ്ങനെയും പറയാം. പിന്നെ ഈ ഒരു ആർക്കിടെക്ചർ ഭയങ്കര വലുതാണ്, കമ്പ്യൂട്ടേഷൻ ഭയങ്കര കൂടുതലാണ്. മറ്റതൊരു ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ ഇത് സ്ക്രാച്ച് ഒന്ന് ട്രെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, LLMs ഡിസൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ക്യാപ്പബിൾ ആയിട്ട് LLM ഡിസൈൻ ചെയ്ത് അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് വരും. കാരണം അത്രയും കമ്പ്യൂട്ടേഷൻ വരും. അതാണ് ചെറിയ LLMs ഒക്കെ. എന്താ എത്ര നമ്പർ ഓഫ് ടോക്കൺസ് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റും? എത്ര ടോക്കൺസ് ജനറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ കോണ്ടെക്സ്റ്റ് ലെങ്ത് ഉണ്ടാവും. കോണ്ടെക്സ്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ഇപ്പോൾ ജെമിനൈയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മില്യൺ ഉണ്ട്. ദെൻ ഔട്ട്പുട്ടിൻ്റെ മാക്സിമം 64,000 വേർഡ്സോ എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. സോ അത് ഓരോ മോഡൽസിനനുസരിച്ച് ഡിഫറെൻ്റ് ആവും. അപ്പോൾ അതിന് ഇൻപുട്ടിൻ്റെ കോണ്ടെക്സ്റ്റും ഉണ്ടാവും, ഔട്ട്പുട്ടിൻ്റെ കോണ്ടെക്സ്റ്റും ഉണ്ടാവും.
ആ ലെങ്ത് ബേസ്ഡ് ആയിരിക്കും അതിന് ഇൻപുട്ടും ഔട്ട്പുട്ടും എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ 1 million എന്നൊക്കെ പറയുമ്പോൾ ഒരു ബുക്കിൻ്റെ പകുതിയോ അല്ലെങ്കിൽ ഒരു ബുക്ക് ഫുള്ളൊക്കെ റീഡ് ചെയ്യാൻ പറ്റുന്ന LLMs ഉണ്ടാവും. അത് അത്രയും അതിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് ലെങ്ത്തിൽ സമ്മറൈസ് ചെയ്ത് വയ്ക്കും. നമ്മൾ ഒരു PDF ഒക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് ആ കൺവേർട്ട് ചെയ്തിട്ട് എടുക്കില്ലേ. കൺവേർഷൻ മീൻസ് അത് ടോട്ടലി ഒരു എക്സാക്ട് ബുക്കല്ല. നമ്മളിപ്പോൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ എടുക്കില്ലേ, അതേപോലെ തന്നെ ആ ഒരു കോണ്ടെക്സ്റ്റ് ബിൽഡ് ചെയ്യുന്നതൊക്കെ. സോ എത്രയാണോ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ലെങ്ത്, ഔട്ട്പുട്ടിൻ്റെ കോണ്ടെക്സ്റ്റ് ലെങ്ത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഇപ്പോൾ GPT ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ആ ലെങ്ത്തിൽ വരില്ല എന്ന് പറയുമ്പോൾ സെക്ഷൻ ബൈ സെക്ഷൻ തരുന്നില്ലേ, അത് ചിലപ്പോൾ 2000 വേർഡ്സ് ഒക്കെ ആയിരിക്കും ആ ഒരു ഫ്രീ യൂസേജിന് കൊടുത്തേക്കണേ. അപ്പോൾ ആ ഒരു വേർഡ്സിൻ്റെ ലിമിറ്റിൻ്റെ ഉള്ളിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ സെക്ഷനായിട്ട് അത് ജനറേറ്റ് ചെയ്യും. കാരണം ഒരു സെക്ഷന് ഇത്ര പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ലിമിറ്റ് ഉണ്ട് റെസ്പോൺസ് ലെങ്ത്. ഇപ്പോൾ നേരത്തെ യൂസ് ചെയ്തായിരുന്ന ഈ ഒരു ട്രാൻസ്ലേഷൻ സിസ്റ്റംസ്, സമ്മറൈസർ, സെൻറ്റിമെൻറ്റ് ക്ലാസിഫയർ, ഈ ഒരു ടൈപ്പൊക്കെ ഉണ്ടല്ലോ, അത് RNN, LSTM, GRU, ആ ഒരു ഗേറ്റഡ് റെക്കറൻറ്റ് യൂണിറ്റ്സ്. സോ ആ ടൈപ്പിലൊക്കെ മാർക്ക് ചെയ്തായിരുന്നു. പക്ഷെ അതിൻ്റെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു വേർഷനാണ് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ വരുന്നത്. A translation system handled only translation. A summarizer knew only summarization. A sentiment classifier recognized only sentiment. Each new problem required a new model and a new pipeline. നമ്മൾ ഓരോ പ്രോബ്ലത്തിനും ഓരോ പൈപ്പ്ലൈൻ ക്രിയേറ്റ് ചെയ്യണം, ഓരോ ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ടാണ് ചെയ്യിപ്പിച്ചായിരുന്നത്. This created a fragmented landscape that didn't scale, and LLMs changed this. By learning the general structure of language across millions of domains, one model could suddenly perform many tasks without being explicitly programmed for each one. So ഈ മൾട്ടിപ്പിൾ സ്ട്രക്ചേഴ്സിൽ കടന്നിരുന്ന ഓരോ ടാസ്കിനെയും നമ്മൾ LLMs കൊണ്ടുവന്നപ്പോൾ എല്ലാം കൂടി ഒറ്റ ഡൊമൈനിക്കായി. അതുകൊണ്ടാണ് GPT ഓരോ മോഡൽസ് ആദ്യം ആ ഒരു ടൈമിൽ 21-22 ആ ഒരു ടൈമിൽ GPT ഓരോ അപ്ഡേറ്റ് കൊണ്ടുവരുമ്പോഴും കുറേ കമ്പനീസ് ഷട്ട് ഡൗൺ ചെയ്യുന്നത്. കാരണം അവർ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സൊക്കെ സിമ്പിളായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു AI ബൂം വന്ന ടൈമിൽ കുറേ കമ്പനീസ് അങ്ങനെ സ്റ്റോക്ക് ഇതൊക്കെ താഴോട്ട് പോയിട്ട് കുറേയൊക്കെ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. ഈ ഫ്രാഗ്മെൻറ്റഡ് സിസ്റ്റംസ് ഒരു ഒറ്റ സിസ്റ്റത്തിലേക്കാക്കുകയാണ് LLMs ചെയ്തത്. Then language naturally encodes reasoning steps, factual knowledge, explanations and communication patterns. Training a model on large enough text collections allowed it to internalize these patterns and apply them across tasks. So different ടാസ്കിൽ ഇപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോഡിംഗ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമേജ് ജനറേഷനൊക്കെ പിന്നെ വന്നാണ്, ടെക്സ്റ്റിൻ്റെ മാത്രമായിരുന്നു ആദ്യം ഉണ്ടായത്. GPT ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ടെക്സ്റ്റ് മാത്രമായിരുന്നു. ആൻഡ് as a result, single system could now answer questions, write code, analyze text and more simply by predicting the continuation of your input. So നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ടാണ് അത് മാച്ച് ചെയ്യുന്ന പോലെയാണ് അതിൻ്റെ ഔട്ട്പുട്ട്സ് വന്നത്. നേരത്തെ കുറേയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നതായിരുന്നു, പക്ഷെ ഇപ്പോൾ നല്ലോണം ഇമ്പ്രൂവ് ആയി. അതേപോലെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിങ് കാണുന്നുണ്ടെങ്കിലും ടെക്സ്റ്റ് അനലൈസ്, കോഡ് ജനറേഷൻ അല്ലെങ്കിൽ കോണ്ടന്റ് ജനറേഷൻ എല്ലാം ഈ ഒരു ഒറ്റ ലാംഗ്വേജ് മോഡലിന് ക്യാപ്പബിലിറ്റീസ് വന്നു. നേരത്തെ സെപ്പറേറ്റ് ആയിട്ട് ന്യൂറൽ നെറ്റ്വർക്കൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ലേൺ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ചെയ്തായിരുന്നത് ഒറ്റ സിസ്റ്റത്തിലേക്ക്. ദെൻ വാട്ട് മേക്സ് ആൻ LLM ലാർജ്? എന്താണ് ആ ഒരു ഇതിനെ ലാർജ് എന്ന് പറയാൻ കാരണം എന്നുള്ളത്. സോ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഇറ്റ് കണ്ടെയ്ൻസ്. നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡാറ്റയിൽ ട്രെയിൻ ചെയ്യുന്ന പറഞ്ഞില്ലേ, സോ അതാണ് എത്ര പാരാമീറ്റേഴ്സ് എന്ന്. അപ്പോൾ കിമി എന്ന് പറഞ്ഞിട്ടുള്ള മോഡലൊക്കെ 1 trillion പാരാമീറ്റേഴ്സ് ഒക്കെയാണ്. അത്രയും കോമ്പിനേഷൻസ് കിമി K3.
ട്രില്യൺ അല്ല 2.8 ട്രില്യൺ പാരാമീറ്റേഴ്സ് ആണ്, മേക്കിംഗ് ഇറ്റ് ദ ഫസ്റ്റ് ഓപ്പൺ സോഴ്സ് മോഡൽ ടു റീച്ച് 3 ട്രില്യൺ പാരാമീറ്റർ ക്ലാസ്. ഓക്കെ, പാരാമീറ്റേഴ്സ് ആണ് അത് എത്രത്തോളം ലേൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഫ്രീ 1 മില്യൺ ടോക്കൺസ് ആണ്, ഇൻപുട്ടാണത്. ആൻഡ് ഇതേപോലെ തന്നെ ഔട്ട്പുട്ടിനും ഉണ്ടാവും. ദെൻ കിമി ഡെൽറ്റ ആർക്കിടെക്ചർ, ഇത് ഫാബിൾ അറിയോ മോഡല്? ഫാബിൾ 5 ആന്ത്രോപ്പിക്കിൻ്റെ ഒരു സൈബർ സെക്യൂരിറ്റിയുടെ മോഡലായിരുന്നു ഫാബിൾ. സോണറ്റ് 5 സയൻസ്. ഇത് ആന്ത്രോപ്പിക്കിൻ്റെ ലേറ്റസ്റ്റ് മോഡലാണ് ഓപ്പസ് 5 എന്നുള്ളത്. നേരത്തെ ഒരു ഇഷ്യൂ ഒക്കെ ആയിട്ടുള്ള ഒരു മോഡൽ ഉണ്ടായിരുന്നു, അത് ഫാബിൾ 5 എന്ന് പറഞ്ഞിട്ടുള്ള. സോ ഈ മോഡൽസിൻ്റെ ക്യാപ്പബിലിറ്റീസ് വരുന്നത് ഇതിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്പാരിസൺസ് വരിക. ഇത് ഓരോന്നിലും എത്ര വെച്ച് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഓപ്പസ് 5 ഏഷ്യൻറ്റിക് ടെർമിനൽ കോഡിങ്ങിൽ 43.3% ആണ് വരുന്നത്. ഫാബിൾ 5 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ 33.7. ഇത് ഇതിൻ്റെ മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡലായിരുന്നു. സോ ഓരോ മോഡൽസ് വരുമ്പോൾ ഇതിന് ചേഞ്ചസ് വരും. ചിലപ്പോൾ ബെറ്റർ ആയിട്ടുള്ള വരും, ചിലപ്പോൾ ഡൗൺ ആയിരിക്കും, ചിലപ്പോൾ ഈക്വൽ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ GPT-യുടെ ഒരു മോഡലായിട്ട് കമ്പയർ ചെയ്യുന്നത് 34.4% ഒക്കെയാണ്. അങ്ങനെ ഡിഫറെൻറ്റ് ക്യാപ്പബിലിറ്റീസിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഇതിൻ്റെ റാങ്കിങ് ആണ്. ഓരോ ഇപ്പോൾ കുറേ മോഡൽസ് ഉണ്ടാവും. സോ അതിൽ റീസണിങ്, കോഡിങ്, ഏജൻറ്റ്, കോഡ് അറീന, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ ഏതാണ് എക്സൽ ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഇതിലുണ്ടാവുക. LLM സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. പിന്നെയും വേറെ കുറേ മോഡൽസ് ഉണ്ട്. മോഡൽസ് അല്ല, ഈ ഒരു മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ LLMs എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ലീഡർ ബോർഡ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം റീസണിങ് ഒരു കാറ്റഗറി, കോഡിങ് ഒരു കാറ്റഗറി, ഏജൻറ്റിക് കോഡിങ് ഒരു കാറ്റഗറി, കോഡ് അറീന എന്ന് പറഞ്ഞിട്ട് അതിൽ പിന്നെയും കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. AGI എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതായത് AGI ലെവൽ എത്ര അത് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന AGI ലെവലായിരിക്കും. കാരണം ഇപ്പം ഇത് വേർഡ് ബൈ വേർഡ് പ്രൊഡിക്ഷനാണ് ചെയ്യുന്നത്. പക്ഷെ അതല്ലാണ്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ അതിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അതാണ് ആ ഒരു സ്റ്റെപ്പാണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ അതും എക്സൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ചെയ്യില്ലേ, അതാണ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ്, ASI എന്ന് പറയും. സോ AGI ഇതുവരെ റീച്ച് ചെയ്തിട്ടില്ല. ബട്ട് രണ്ടും ഒരു കോൺട്രവേഴ്സി പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറേ ഡാറ്റ അങ്ങോട്ട് കൊടുത്തിട്ട് ഇതിനെ പഠിപ്പിക്കുന്നതുകൊണ്ട് മാത്രം ഹ്യൂമൻസ് തിങ്ക് ചെയ്യുന്ന പോലെ അതിന് മാച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ജസ്റ്റ് കുറേ ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കുന്നു, അതിൻ്റെ പാരാമീറ്റേഴ്സ് എടുക്കുന്നു, അതുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. സ്റ്റിൽ ആ ഒരു സ്കെയിലിംഗ് വേ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആന്ത്രോപ്പിക്കിനായാലും അങ്ങനെ തന്നെയാണ് അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. ആൻഡ് വേറെ രീതിയിൽ ഈ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ സ്കെയിലിംഗ് ആണ്. സ്കെയിലിംഗ് ഇൻ ദ സെൻസ് കൂടുതൽ ഡാറ്റ കൊടുക്കുന്നു, അതിനെ
ഡിഫറെൻറ്റ് ടൈപ്സിൽ പാരാമീറ്റേഴ്സ് കൊടുത്തിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കും. So parameters are the internal values that the model adjusts during training. So അതിൻ്റെ internal values ആണ് ഈ ഒരു ട്രെയിനിങ് ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഈച്ച് പാരാമീറ്റർ റെപ്രസെൻറ്റ്സ് എ സ്മോൾ പീസ് ഓഫ് ദി പാറ്റേൺസ് ദ മോഡൽ ഹാസ് ലേൺഡ്. സോ അത് ലേൺ ചെയ്യുന്നത് നമ്മളൊരു ലാർജ് ടെക്സ്റ്റ് കോർപ്പറ കൊടുക്കുന്നു, അതിന്ന് ആ ഒരു മോഡൽ ലേൺ ചെയ്യുന്ന പാർട്സ് ഉണ്ടാവുമല്ലോ, എന്നിട്ട് അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ലേൺ ചെയ്യുന്ന പാർട്ട്. സോ ഇപ്പോൾ ഇമീഡ് ആണെന്നുണ്ടെങ്കിൽ 2.8 ട്രില്യൺ എന്നാണ് പറഞ്ഞത്. സോ അത്രയും പാരാമീറ്റേഴ്സ് അത് ലേൺ ചെയ്തിട്ടുണ്ട്. So earlier language models was much smaller and could only capture surface level text patterns. ചെറിയ പ്രോസസ്സിനൊക്കെ ഇത്രയും ലാർജ് എമൗണ്ട് ഓഫ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യണമായിരിക്കും. സോ ഈ 2.8 ട്രില്യൺ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു സ്മോളർ വേർഷൻ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ റൺ ചെയ്യിക്കാൻ പറ്റുന്നത്. മേ ബി ഒരു 1 ബില്യൺ പാരാമീറ്റേഴ്സൊക്കെ അല്ലെങ്കിൽ ഒരു മില്യൺ പാരാമീറ്റേഴ്സൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യിക്കാന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. സോ ആ ഒരു ചെറിയ മോഡൽ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ മാക്സ് സ്റ്റുഡിയോയിലോ അതിലൊക്കെ റൺ ചെയ്യിക്കുകയെന്നുണ്ടെങ്കിലും ആ ഒരു ടൈപ്പിൽ അതിന് റൺ ചെയ്യിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സെർവറിൽ നിന്ന് എടുക്കാം. നമുക്കിപ്പോൾ GPT-യുടെ വെബ് വേർഷനിൽ ആ ഒരു വെബ് വേർഷനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അങ്ങനെ ഡയറക്റ്റ് എടുക്കാനേ പറ്റുള്ളൂ. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡാറ്റ പുറത്തു പോകാതെ ലോക്കൽ സിസ്റ്റത്തിൽ ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പാരാമീറ്റർ വേർഷനെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒറിജിനൽ മോഡൽ റൺ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഹെവി റാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പ്യൂട്ടേഷൻസ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. സോ ചെറിയ ടാസ്കിനൊക്കെ ഇപ്പോൾ ഈ ട്രാൻസ്ലേഷനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് അങ്ങനെ വലിയ മോഡൽ യൂസ് ചെയ്യണമെന്നില്ല. ആ സെപ്പറേറ്റ് ടാസ്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ മോഡൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഇതാണ് മൾട്ടി സ്റ്റെപ്പ് റീസണിങ് എന്ന് പറഞ്ഞിട്ട്. നേരത്തെ GPT ഫസ്റ്റ് മോഡലൊക്കെ റിലീസ് 2020-ലാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു GPTക്ക് ഒരുപാട് ഇങ്ങനെ തിങ്ക് ചെയ്യുന്ന ടൈപ്പ്, നമ്മൾ തിങ്കിങ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണുന്നുണ്ടായിരുന്നില്ലേ, കുറച്ച് നേരം അനലൈസ് ചെയ്തിട്ടായിരിക്കും അത് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ തിങ്കിങ് അല്ലെങ്കിൽ റീസണിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സ്ട്രോബെറിയിൽ എത്ര ആറുണ്ട് പറഞ്ഞിട്ട്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യാൻ, സ്ട്രോബെറി എന്നുള്ളതിൽ റൈറ്റ് ചെയ്തിട്ട് എത്ര ഉണ്ടോ. ഈ മോഡൽസ് എന്താ ചെയ്തായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കുന്നില്ല, ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ചാണ് അതങ്ങനെ എടുത്ത് കൊടുക്കും. അത് ചിലപ്പോൾ തെറ്റാവും, ചിലപ്പോൾ ശരിയാവും. ചില മോഡൽസ് ശരിയാക്കി ചിലത് കൺഫ്യൂസ്ഡ് ആക്കി. ഇപ്പോഴും ആ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഹാലൂസിനേഷൻ എന്ന് പറയാൻ പറ്റില്ല, കുറേയൊക്കെ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ട്. അല്ലാണ്ട് ഈ ഒരു മോഡൽസിന് ഇത് തിരിച്ചറിയാനുള്ളൊരു ഇൻ്റലിജൻസ് ഇപ്പോഴും വന്നിട്ടില്ല ഹ്യൂമൻസ് ചെയ്യുന്ന പോലെ. കുറച്ച് ദിവസം മുന്നേ ഒരു ഇൻസ്റ്റയിലൊക്കെ ഒരു റീൽ ഉണ്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ കാറ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറങ്ങോട്ട് അങ്ങോട്ട് പോകണം അതോ ഓട്ടോറിക്ഷ വിളിച്ച് പോയാൽ മതി. സോ അത് കമ്പയർ ചെയ്ത് തന്നത് ഈ ഓട്ടോയ്ക്കാണുള്ള ചിലവ് കുറവ്, അപ്പോൾ അതുകൊണ്ട് ഓട്ടോ വിളിച്ച് പോയാൽ മതി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, കാറ് വാഷ് ചെയ്യണമെങ്കിൽ കാറ് വേണ്ടേ, ഓട്ടോയ്ക്ക് പോയാൽ പറ്റില്ല. അപ്പോൾ ഞാൻ നടന്നു പോകുന്നതായിരിക്കുമല്ലേ ബെറ്റർ. ജെമിനി മോഡൽ പറയാണ് എന്നാൽ നടന്നു പോകുന്നതായിരിക്കും ബെറ്റർ. അത് ഹാലൂസിനേറ്റ് ചെയ്യുന്നതും അതിൻ്റെ കൂടെ ഈ നോളജിൻ്റെ എക്സാക്ട്ലി ഹ്യൂമൻസ് തിങ്ക് ചെയ്യുന്ന പോലെ അതിന് ചെയ്യാൻ പറ്റാത്തൊരു ഇതാണ്. ഇമ്പ്രൂവ് ആയി വരുന്നുണ്ടാവും ഓരോ മോഡൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, കൂടുതൽ ഇൻ്റലിജൻ്റ് ആയിട്ട് വരുന്നുണ്ടാവും. പക്ഷേ ഹ്യൂമൻസിൻ്റെ ലെവലിലേക്ക് അതെത്താൻ കുറേ ടൈം എടുക്കും. അതാണ് ഈ ഒരു ലാർജ് ലാംഗ്വേജ് മോഡലിൻ്റെ ഇഷ്യൂ. ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ച ഡാറ്റ അത് ഇങ്ങോട്ട് അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ അത് കുറച്ചൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് റീസണിങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെപ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 3 ഡോറുണ്ട്. 3 ഡോറിൻ്റെ ബാക്കിൽ മേ ബി വല്ല വെഹിക്കിളും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിൽ എന്തെങ്കിലും ഒരു കാറോ എന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ അടുത്ത 2 എം ടി ആവും. സോ നമുക്ക് കാറ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏത് ഓപ്പൺ ചെയ്യണം എന്നുള്ളത്. സോ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക,
മാത്സ് വെച്ചിട്ടാണ്, മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ടാണ്, പ്രോബിലിറ്റി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 3 ആകുമ്പോൾ എത്ര 33% ആണോ പ്രോബിലിറ്റി? ഔട്ട് ഓഫ് 100 ചെക്ക് ചെയ്യുമ്പോൾ 33% പ്രോബിലിറ്റി എന്നുള്ള ആ ഒരു ടൈപ്പ് വരും. സോ അതിലിപ്പോൾ നമുക്കൊരു ഓപ്ഷൻ കൂടി തരികയാണ്. അതിലത്തെ ഒരെണ്ണം ഓപ്പൺ ചെയ്തു, പക്ഷെ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി എത്ര ഉണ്ട്? അതിൻ്റെ ആ ഒരു 2 ചാൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടും. കാരണം ഒരെണ്ണം ഓപ്പൺ ചെയ്തതിൽ കാർ ഉണ്ടായിരുന്നില്ല, ബാക്കി 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലാണ്. സോ അവിടെ സ്റ്റാറ്റിസ്റ്റിക് വെച്ച് നോക്കുമ്പോൾ പ്രോബിലിറ്റി കൂടുകയാണ് ചെയ്തത്. ആ ഒരു ടൈപ്പിലാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റീസണിങ് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു മോഡൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഒരു കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിന് ആൻസർ കിട്ടുക എന്നുള്ളത്. അതാണ് റീസണിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് എമർജ് ചെയ്യാനുള്ള കാരണം. അല്ലാന്നുണ്ടെങ്കിൽ മോഡൽസ്, ഞാനിപ്പോൾ ഒരു സംഭവം കാണാൻ പഠിച്ചു, ഞാൻ എക്സാമിന് പോകുമ്പോൾ അതേ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഒരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആ ഒരു ടൈപ്പായിരിക്കും റീസണിങ് ഒന്നും ഇല്ലാണ്ട് ഒരു മോഡൽ വർക്ക് ചെയ്യുന്നത്. സോ അതിനെ ഇൻ്റലിജൻസ് എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഇപ്പോൾ ചെയ്യുന്നതും ഒരു 100% ഇൻ്റലിജൻസ് എന്ന് പറയാൻ പറ്റില്ല. അതാണ് RKG എന്ന് പറഞ്ഞിട്ടൊരു ഇത് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചെറുപ്പത്തിലുണ്ടാവും അതെ RKG3 നോവൽ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞിട്ട്. സോ ഈ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടാണ് അത് ചെക്ക് ചെയ്യുന്നത് എത്ര ഉണ്ടെന്ന്. 30.2%, ഓപ്പസ് 4.8. ഈ മോഡൽ കണ്ടിട്ടില്ലേ, ക്ലൗഡിലുണ്ടാവും. ആൻഡ് GPT 5.6 7.8% RKG ലെവലിൽ. സോ AG ലെവലിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്, ഹ്യൂമൻസ് എന്താണ് ചെയ്യുന്നത് അതിൽ സ്മാർട്ടായിട്ടുള്ള പീപ്പിൾസ് ഉണ്ടാവില്ലേ, അവർ ചെയ്യുന്ന ലെവൽസിന് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം തിങ്ക് ചെയ്തിട്ട്. അതാണ് AG ലെവലിൽ അതിനെ മെഷർ ചെയ്യാനുള്ള കാരണം. പിന്നെ കുറേ ഇതിൻ്റെ താഴെ ഈ കൊടുത്തിരിക്കുന്നതൊക്കെ ഇവാലുവേഷൻ മെത്തേഡ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരു മോഡൽ റൺ ചെയ്യിച്ചിട്ട് അതിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കില്ലേ, MSc അക്യുറസി എന്നൊക്കെ പറഞ്ഞിട്ട്, പ്രിസിഷൻ റീകോൾ എന്ന് പറയും. അതേപോലെ ഈ LLMs ഇവാലുവേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ഇതൊക്കെ. കോഡിങ്ങിന് സെപ്പറേറ്റ് ഉണ്ടാവും ആൻഡ് റീസണിങ്ങിന് സെപ്പറേറ്റ് ഉണ്ടാവും. അങ്ങനെയാണ് വർക്ക് ചെയ്യുക. സോ അതിൻ്റെ ബേസ് ആർക്കിടെക്ചറാണ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ട്രാൻസ്ഫോമർ ഈസ് ഡിസൈൻ ടു ലുക്ക് അറ്റ് all tokens in the input at once and identify which part of the text are most relevant to each other. സോ അതാണ് അറ്റൻഷൻ്റെ ഒരു ബേസിക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുള്ള ആർക്കിടെക്ചർ വരുന്നതാണ് അറ്റൻഷൻ മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അതിൽ ഏതാണ് റെലവൻറ്റ് എന്നുള്ളത്, ഇത് LSTM എന്നുള്ള പാർട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ ആവശ്യമുള്ള ടോക്കൺസ് മാത്രം എടുത്തിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് അതിൻ്റെ ഇതിൽ ഫോർഗേറ്റ് ഒക്കെ വെച്ചിട്ടായിരുന്നു. സോ അത് ആദ്യം ചെയ്യുന്നത് ഇൻപുട്ടിലേക്ക് വരുമ്പോൾ അതിന് ആവശ്യമുള്ള സംഭവങ്ങൾ മാത്രം അടുത്ത ലെയറിലേക്ക് കടത്തുള്ളൂ. അവിടെ നിന്ന് ഏതൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഫോർഗെറ്റ് ചെയ്തിട്ട് ഗേറ്റ്സ് വെച്ചിട്ട് ഫോർഗെറ്റ് ചെയ്ത് വിടാം. സോ അതേപോലെ ഇവിടെ ആ ഒരു അറ്റൻഷൻ മെക്കാനിസം അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എന്താണ് റെലവൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള അതിനൊരു ഐഡിയ ഉണ്ടാവും ആ കോണ്ടെക്സ്റ്റ് നിന്ന്. ഇപ്പോൾ 1000 വേർഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1000 വേർഡ്സും യൂസ് ചെയ്യണം നിർബന്ധമില്ല. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എടുത്തിട്ട് അത് പാസ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. ടോക്കണൈസേഷൻ നേരത്തെ പറഞ്ഞു. ഇത് ഏതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഫൈൻ ട്യൂണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. സോ എങ്ങനെയാണ് ഒരു LLM ഫ്രം ദി സ്ക്രാച്ച് ട്രെയിൻ ചെയ്യാൻ. ഇപ്പോൾ നമ്മളൊരു GPT പോലത്തെ ഒരു മോഡൽ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ട്രെയിൻ ചെയ്യുക എന്നുള്ളത്. സോ ആഫ്റ്റർ ദ മോഡൽ ഈസ് ബിൽറ്റ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ട്രെയിൻ ഇറ്റ് സോ ഇറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ് ആൻഡ് ഹാൻഡിൽ ടാസ്ക് ദാറ്റ് അപ്പിയർ ഇൻ റിയൽ വേൾഡ് യൂസ് കേസസ്. അപ്പോൾ നമ്മൾ ആ ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തു, മോഡൽ ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ നമുക്കതിന് ഡാറ്റ കൊടുത്തിട്ട് അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണ്ടേ, അതിൻ്റെ സ്റ്റെപ്സ് ആണ് നമുക്ക് പറയുന്നത്. സോ അതിൽ കവർ ചെയ്യുന്നതാണ് പ്രീ ട്രെയിനിങ്, ഇൻസ്ട്രക്ഷൻ ഫൈൻ ട്യൂണിങ്, പ്രിഫറൻസ് ഫൈൻ ട്യൂണിങ്, റീസണിങ് ഫൈൻ ട്യൂണിങ്. സോ ഡിഫറെൻറ്റ് കാറ്റഗറീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിലെങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗാർഡ് റെയിൽസും ഗൈഡ് ലൈൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ
ഇപ്പോൾ ഇന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ടെററിസം അല്ലെങ്കിൽ അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസിൽ ഇടപെടാൻ പാടില്ല അല്ലെങ്കിൽ ആൻസർ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഗാർഡ് റെയിൽസും ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം ഇത് വർക്ക് ചെയ്യാൻ. സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ ഫൈൻ ട്യൂണിങ് എന്ന് പറയുന്നത്. ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്കൊരു സംഭവം ഉണ്ട്, അതിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട് ഒരു ലിമിറ്റേഷനിലൊക്കെ നിർത്തണം അല്ലെങ്കിൽ ബെറ്റർ ആക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞിട്ടുള്ള മെക്കാനിസം യൂസ് ചെയ്യുന്നത്. സോ ദ 4 stages ഓഫ് LLM ട്രെയിനിങ് ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേജ് 0 റാൻഡംലി ഇനിഷ്യലൈസ്ഡ് മോഡൽ. നമ്മൾ വെയ്റ്റ്സ് റാൻഡംലി ഇനിഷ്യലൈസ് ചെയ്യില്ലേ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ, അപ്പോൾ അതേപോലെ ആ ഒരു മോഡൽ റാൻഡംലി ഇനിഷ്യലൈസ് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ആൻ LLM? അതിൻ്റെ ഒരു യൂസർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഒരു ക്വറി വാട്ട് ഈസ് ആൻ LLM എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ DeepSeek എന്ന് പറഞ്ഞിട്ടുള്ള ഒരു LLM ആണ് യൂസ് ചെയ്യുന്നത് നോക്കിയാൽ. സോ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ട്രൈ പീറ്റർ ഹാൻഡൽ ഹെലോ. റാൻഡം ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ ട്രെയിൻ ചെയ്തിട്ടോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിനെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റാൻഡമായിട്ട് അത് എന്തെങ്കിലും വിളിച്ചു പറയും. അതാണ് റാൻഡംലി ഇനിഷ്യലൈസ്ഡ് മോഡൽ. ഇപ്പോൾ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ ആ ഒരു ഇനീഷ്യലൈസേഷനോ സേവിയറൊക്കെ യൂസ് ചെയ്യുമ്പോൾ എറർ ആയിട്ടുള്ള ഔട്ട്പുട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. സ്റ്റിൽ ആ ഒരു ഇനീഷ്യലൈസേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ ആ ഒരു ഇനീഷ്യലൈസേഷൻ മെത്തേഡ്സ് തന്നെ യൂസ് ചെയ്തിട്ട് ഇവിടെയും ആ ഒരു ട്രെയിനിങ് ഫസ്റ്റ് സ്റ്റേജിൽ കൊടുക്കണം, സ്റ്റേജ് 0. പിന്നെ അടുത്ത എന്താ റീട്രെയിനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് കോർപ്പസ് കൊടുത്തു, ഇവിടെ അങ്ങനെ ഒരു ഡാറ്റയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ചോദിക്കുകയാണ്. ചോദിക്കുമ്പോൾ അത് റാൻഡംലി ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുമ്പോൾ എന്താണ്ടാവുക, ഇന്ന ഇൻപുട്ട് കൊടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ഡമ്മി ആയിട്ടുള്ള ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് മാത്രമേ വരുള്ളൂ, കാരണം അതിന് ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തേൽ അതിന് ടെക്സ്റ്റ് കോർപ്പസ് കൊടുക്കുകയാണ്, സ്റ്റിൽ അതിന് ഇന്ന സംഭവങ്ങൾ വരുമ്പോൾ ഈ ഒരു ടൈപ്പ് ഇൻപുട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കുറേ ഡാറ്റ കൊടുത്തു, അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. അൺട്രെയിൻഡ് LLM, ദെൻ പ്രീ ട്രെയിൻഡ് LLM. അൺട്രെയിൻഡ് LLM പ്രീ ട്രെയിൻഡ് LLM അപ്ഗ്രേഡ് ചെയ്തു. ദ LLM സിംപ്ലി ലേൺസ് ടു കണ്ടിന്യൂ ദ ടെക്സ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ബീങ് കോൺവെർസേഷണൽ. അപ്പോൾ അത് ഹ്യൂമൻസ് ഇൻട്രാക്ട് ചെയ്യുന്ന പോലെ ഇൻട്രാക്ട് ചെയ്യാൻ പഠിച്ചിട്ടില്ല, ജസ്റ്റ് അതിന് കുറച്ച് ഡാറ്റ കൊടുത്തു, ഒരു ഔട്ട്പുട്ട് കൊടുക്കണം, അത്ര പറഞ്ഞിട്ടുള്ളൂ. സോ വാട്ട് ഈസ് ആൻ LLM എന്ന് പറഞ്ഞിട്ട് അതിനെ കുറേ വരുമ്പോൾ ആ പ്രീ ട്രെയിൻഡ് LLM ആൻസർ വരുന്നത് ഹൗ ഡു LLMs വർക്ക്, വാട്ട് ആർ LLM പാരാമീറ്റേഴ്സ്. ഇപ്പോൾ ഞാൻ നീ ഇന്ന് എത്ര മണിക്ക് വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുന്നത് വേറെ എന്തെങ്കിലും വന്നിട്ടായിരിക്കും. ഓക്കെ, ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കിയിട്ട് പറയുന്നത് പ്രീ ട്രെയിൻഡ്, കാരണം അതിന് ഡാറ്റ കൊടുത്തിട്ടുണ്ട്. അതിന് ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് LLM എന്ന് ചോദിച്ചപ്പോൾ അത് പറയുന്നതാണ് ഹൗ ഡു LLMs വർക്ക്, വാട്ട് ആർ LLM പാരാമീറ്റേഴ്സ്. ഓക്കെ, റിലേറ്റഡ് ആണ്, പക്ഷെ ചിലപ്പോൾ എക്സാജറേറ്റ് ചെയ്ത് പറയാം, ചിലപ്പോൾ ഷോർട്ടായിട്ട് പറയാം, എങ്ങനെ വേണമെങ്കിലും വരാം. അതിന് ഇന്ന രീതിയിൽ അതിനൊരു കോൺവെർസേഷണൽ ആക്കിയിട്ട് മാറ്റിയിട്ടില്ല പ്രീ ട്രെയിൻഡ് LLMs. അപ്പോൾ അത് സ്റ്റിൽ ഒരു ബെറ്റർ ആൻസർ ആയിരിക്കില്ല. അതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു കോൺവെർസേഷൻ. ഇപ്പം എൻ്റെ അടുത്ത് ഒരു നമ്മുടെ രാഷ്ട്രപിതാവ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജിന്ന് പറയേണ്ട കാര്യമുള്ളൂ. പക്ഷെ അത് ചിലപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് പറയൂല. കാരണം അതിനെ ആ കോൺവെർസേഷണൽ മോഡിലേക്ക് ആക്കിയിട്ടില്ല. അതുകൊണ്ട് സ്റ്റേജ് 2 ഇൻസ്ട്രക്ഷൻ ഫൈൻ ട്യൂണിങ്. സോ നമ്മുടെ QAനെ കുറച്ച് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ അപ്ലൈ ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ റെസ്പോൺസ് പെയേഴ്സ്. ഇന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഷോർട്ടായിട്ടുള്ള ആൻസർ കൊടുക്കണം, ഇന്നത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോങ് ആയിട്ടുള്ള കൊടുക്കണം, ഇന്ന ടൈപ്പിൽ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം, അതിൻ്റെ ഔട്ട്പുട്ട്സ് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനത്തെ ഗൈഡ് ലൈൻസ് കൊടുക്കല്ലേ, അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത്. സോ പ്രീ ട്രെയിൻഡ് LLM കൊടുത്തു, ഇൻസ്ട്രക്ഷൻ ഫൈൻ ട്യൂൺഡ് LLM. ഇവിടെ പ്രീ ട്രെയിൻഡ് ആയിരുന്നു, ഇവിടെ ഡാറ്റയുണ്ട്, ആൻഡ് ആ ഡാറ്റയുടെ കൂടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കൂടി പാസ് ചെയ്യണം. ഇൻസ്ട്രക്ഷൻ ഫൈൻ ട്യൂൺഡ് LLM. വാട്ട് ഈസ് ആൻ LLM? ആൻഡ് LLM ഈസ് എ ടൈപ്പ് ഓഫ് ML മോഡൽ ദാറ്റ് ട്രെയിൻഡ്. കറക്റ്റ് ആ ഒരു ഇതിലേക്ക് വന്നു ഏകദേശം. ദെൻ ഈ റെസ്പോൺസും അതിനനുസരിച്ചിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയി ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തപ്പോൾ പ്രിഫറൻസ് ഫൈൻ ട്യൂണിങ് എന്ന് പറയും. വാട്ട് ഈസ് ആൻ LLM? ഒരു ക്വറി DeepSeek ഇൻസ്ട്രക്ഷൻ ഫൈൻ ട്യൂൺഡ് LLM. റെസ്പോൺസ് 1, റെസ്പോൺസ് 2. നമ്മൾ GPTയിൽ പ്രിഫേർഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വരുന്നത് 2 ആൻസർ വരും. അത് നമുക്ക് ഏതാണോ ബെറ്റർ ആണെന്നുള്ളത് ഒരു ഫീഡ്ബാക്ക് കിട്ടും. അത്
അതെങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫീഡ്ബാക്ക് കൊടുക്കില്ലേ, ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ഈ സെയിം ക്വസ്റ്റ്യനിൽ ഫീഡ്ബാക്ക് കൊടുത്ത സംഭവം ഉണ്ടാവില്ലേ. അപ്പോൾ 1000 ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ 600 പേര് ഫസ്റ്റ് റെസ്പോൺസാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അടുത്ത വട്ടം ആ ഒരു എല്ലാം അത് ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ ഡാറ്റ ട്രെയിനിങ്ങിനും പോകുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസൊക്കെ, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇമേജസും നമ്മുടെ പ്രോംപ്റ്റ്സ് എല്ലാം അവിടെ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. കാരണം ഇവർക്ക് മോഡൽ ഇമ്പ്രൂവ് ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോൾ ഈ റെസ്പോൺസ് കൊടുക്കുമ്പോൾ അതിൽ ഫീഡ്ബാക്കിൽ 600 പേര് 1600 പേര് ഫസ്റ്റ് റെസ്പോൺസ് ആണ് ചൂസ് ചെയ്തെങ്കിൽ അടുത്ത വട്ടം ഈ ഒരു ഇത് ജനറേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ടൈപ്പ് റെസ്പോൺസ് ആണ് വരുന്നത്. എക്സാക്ട്ലി ആ റെസ്പോൺസ് അല്ല, ആ ഒരു ടൈപ്പിലാണ് ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മനസ്സിലാക്കുക. സോ ആ ട്രെയിനിങ്ങിൽ നിന്ന് അത് ബെറ്ററായിട്ട് ആ ഒരു വെയ്റ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ടൈപ്പാണ് നെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അത് കൊടുക്കേണ്ടത്. ആ ഒരു ഡാറ്റ ട്രെയിനിങ്ങിന് യൂസ് ചെയ്യും. സോ പ്രിഫേർഡ് റെസ്പോൺസ് ഇൻസ്ട്രക്ഷൻ റെസ്പോൺസ് പെയർ ടു റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ ഫീഡ് വിത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് വിത്ത് ഹ്യൂമൻ ഫീഡ്ബാക്ക്, RLHF എന്ന് പറയും. RLHF. അടുത്താണ് എടുക്കണ്ടല്ലേ. പക്ഷേ എന്താണ് ശരിക്കും അല്ലല്ലേ ഒറ്റ സാറ് പറയുകയാണെങ്കിൽ എന്താണ് ലാംഗ്വേജ് വെച്ച്, അതായത് നമ്മൾ GPT പോലെ ജനറേറ്റ് ചെയ്യണം പരിപാടി. അതിൽ 4 സ്റ്റെപ്പ് ഉണ്ട് അല്ലേ? അത് ട്രെയിൻ ചെയ്യണം. അതെങ്ങനെയാണ് LLM ഉണ്ടാക്കുക എന്നുള്ളത്. നമുക്കിപ്പോൾ ഒരു LLM മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു വർക്കിംഗ് സ്റ്റേജിലേക്ക് എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, സിംപ്ലി LLM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാർജ് ടെക്സ്റ്റ് കോർപ്പറയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ച ഒരു മോഡൽ, അതിന് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന അതിനെയാണ് പറയുന്നത് പാരാമീറ്റേഴ്സ് എന്ന്. ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് ഇൻസൈഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉണ്ട്. ആ ഒരു ആർക്കിടെക്ചറിൻ്റെ ഉള്ളിൽ ന്യൂറൽ നെറ്റ്വർക്ക്സും കൂടെ ഉണ്ട്. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ട് ആർക്കിടെക്ചറാണ് ബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉണ്ട്. ആ ന്യൂറൽ നെറ്റ്വർക്ക്സ് കൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ഒരു ഔട്ട്പുട്ട് പുറത്തേക്ക്. ഇതാണ് പ്രിഫറൻസ്. ഇപ്പം ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്തൊരു ആൻസർ കിട്ടിയില്ലേ. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നില്ലേ. അപ്പം അല്ല, ആ ക്രിയേറ്റിവിറ്റി നമ്മൾ മാറ്റർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് എവിടെയുള്ള ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്റ്റ് റെസ്പോൺസ് കൊടുത്താൽ മതി. പക്ഷെ അതൊരു സുഖമില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഹ്യൂമൻസ് ആയതുകൊണ്ട് ക്രിയേറ്റിവിറ്റിയാണ് ഇഷ്ടം. സോ അതുകൊണ്ടാണ് അത് കൺട്രോൾ ചെയ്തിട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമൊക്കെ വെച്ചിട്ട് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് റെസ്പോൺസസ്, ഇപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അടുത്ത ചാറ്റ് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ആൻസർ ആയിരിക്കും വരുന്നത്. സോ അത് ആ ക്രിയേറ്റിവിറ്റി അവിടെ നോക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലർ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതല്ലേ ഇതിന് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു റെസ്പോൺസാണ് അതിൻ്റെ താഴത്ത് ഈ തമ്പും ഇതൊക്കെ കൊടുത്തിട്ടില്ലേ. അത് ആക്ച്വലി ഈ ഫീഡ്ബാക്ക് നല്ലതാണോ, നമ്മൾ ഉദ്ദേശിച്ച സാധനമാണോ വരുന്നത്, അല്ലെങ്കിൽ വേറെ ആണോ വരുന്നത് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ അതാണ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഏത് പ്രിഫർ ചെയ്യുന്നു എന്നുള്ളത്. സോ അതിൽ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തമ്പും ഡൗണും ഒക്കെ കൊടുത്തതും, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഫീഡ്ബാക്ക് വെക്കുന്നവരെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും വായിച്ചു നോക്കിയിട്ട് ഏതാണ് ബെറ്റർ എന്നുള്ളത് ചൂസ് ചെയ്താൽ മതി. അതിനനുസരിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അടുത്ത ആൻസർ വരും. പക്ഷെ അവരതെടുക്കുന്നത് ഇന്ന ക്വസ്റ്റ്യന് ഈ ഒരു ടൈപ്പിലുള്ള ആൻസറാണ് എടുക്കേണ്ടത്, നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ കുറേ മില്യൺസ് ഓഫ് യൂസേഴ്സ് അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് യൂസേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ, ഞാനിപ്പോൾ ന്യൂറൽ നെറ്റ്വർക്ക് സിംപ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു, 2 ടൈപ്പ് റെസ്പോൺസ് വന്നു. അപ്പോൾ അതിൽ ബെറ്റർ ആയിട്ടുള്ളത് ഞാൻ ചൂസ് ചെയ്യും. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഒന്ന് ചൂസ് ചെയ്യും. സോ ആ ഒരു റെസ്പോൺസ് ആയിരിക്കും അടുത്ത വട്ടം ജനറേറ്റ് ചെയ്യുമ്പോൾ, അടുത്ത മോഡൽ ഇറക്കുമ്പോൾ അവർ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു മോഡലിൽ തന്നെ അപ്ഡേറ്റ് ആയിട്ട് അവർ ഇടുന്നത് ഈ ഒരു ടൈപ്പിൽ റെസ്പോൺസ് കൊടുത്താലാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട്. ഹ്യൂമൻസ് ഇപ്പോൾ ബ്യൂട്ടി സബ്ജക്റ്റീവ് എന്ന് പറയുന്ന പോലെ ആ ഒരു രീതിയിൽ ഇതും ചൂസ് ചെയ്യുന്നതാണ്. കാരണം അവർക്ക് യൂസേഴ്സിനെയും നിർത്തണമല്ലോ. ലൈക്ക്
യൂസേഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോകണം, അല്ലെങ്കിൽ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്തിട്ട് വേറെ ഇതിൽ പോകും. അപ്പോൾ അവർക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ഇതിൽ ഒരു കൊടുക്കണം. സ്റ്റേജ് 4 റീസണിങ് ഫൈൻ ട്യൂണിങ്. റീസണിങ് ടാസ്ക് വിത്ത് എ ഡെഫിനിറ്റീവ് ആൻസർ. ആ ഒരു റീസണിങ് സ്റ്റെപ്സ് പറഞ്ഞില്ലേ, തിങ്ക് ചെയ്തിട്ട് ആണ് പറയുന്നത്. പ്രിഫറൻസ് ഫൈൻ ട്യൂൺഡ് LLM റീസണിങ് ഡ്രിവൺ റെസ്പോൺസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോബിലിറ്റിയുടെ കേസൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്രിഫറൻസിൻ്റെ കൂടെ അതൊക്കെ അനലൈസ് ചെയ്തിട്ട് അതിന് ഒരു ആൻസർ. റിവാർഡ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്കം വെച്ചിട്ടാണ് ആ ഒരു റിവാർഡ് കാൽക്കുലേഷൻ. ഇപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് പറയുന്നത് റിവാർഡ് ബേസ്ഡ് ആയിട്ടാണ് അത് വരുന്നത്. സോ അപ്ഡേറ്റ് മോഡൽ പാരാമീറ്റേഴ്സ് ടു ഇൻക്രീസ് ലൈക്ലിഹുഡ് ഓഫ് ഹയർ റിവാർഡ് ആൻസേഴ്സ്. സോ അവിടെ ബെറ്റർ റിവാർഡ് കിട്ടുന്ന ആൻസേഴ്സാണ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ആൻസർ 20% ബെറ്റർ ആണ് ആദ്യത്തെ ആൻസറിനെക്കാട്ടും. സോ 20% ബെറ്റർ ഉള്ളതാണ് ചൂസ് ചെയ്യുക. ഓക്കെ, സോ അതാണ് ട്രെയിനിങ് സ്റ്റെപ്സ്. ഇല്ലയെന്നും പറയുന്നില്ല. ആൻഡ് റാൻഡംലി ഇനിഷ്യലൈസ്ഡ് പ്രീ ട്രെയിനിങ്, റീസണിങ് ഫൈൻ ട്യൂണിങ്. ഇത് ഓൾറെഡി ഞാൻ നേരത്തെ എടുത്താണ്, ലൈക്ക് ഹൗ ടു LLMs വർക്ക്സ് എന്നുള്ളത്. ആ പ്രോബിലിറ്റി ബേസ്ഡ് ഒക്കെ എംബഡിങ്സ് ഒക്കെ പറഞ്ഞു തന്നായിരുന്നില്ലേ, കണ്ടീഷണൽ പ്രോബിലിറ്റി ഒക്കെ വെച്ചിട്ട് ആ ഒരു ഇത്. ആൻഡ് ബിഫോർ എ വ്യൂ ഓഫ് ദി പോപ്പുലേഷൻ, ടെന്നീസ്, ഫുട്ബോൾ. സോ രണ്ടും ലൈക്ക് ചെയ്യുന്നവരുണ്ടാവും. അതാണ് A ഇൻ്റർസെക്ഷൻ B എന്ന് പറഞ്ഞിട്ട് വരും. ദെൻ പ്രോബിലിറ്റി ഓഫ് B എന്ന് പറയുന്നത് 8-ൽ 14-ൽ 8 ഉള്ളൂ. സോ രണ്ടും ലൈക്ക് ചെയ്യുന്ന ആ ഒരു ഇതും അല്ലെങ്കിൽ സെപ്പറേറ്റ് ലൈക്ക് ചെയ്യുന്ന അങ്ങനത്തെയൊക്കെ പ്രോബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് കുറേ ആൻസേഴ്സ് വരുന്നത്. ആൻ ഇൻഡിവിജ്വൽ ലവ്സ് ടെന്നീസ് 7, P of A equal to 7/14. ആൻ ഇൻഡിവിജ്വൽ ലവ്സ് ഫുട്ബോൾ, P of B is equal to 8/14. പോപ്പുലേഷൻ സൈസ് എന്ന് പറഞ്ഞാൽ 14 ആണ്. സോ ഇതൊക്കെയാണ് ആ ഒരു ഫീഡ്ബാക്കിൻ്റെ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നത്. സം ഓഫ് ദം ലൈക്ക് ടെന്നീസ്, സം ലൈക്ക് ഫുട്ബോൾ, എ ഫ്യൂ ലൈക്ക് ബോത്ത് ആൻഡ് ഫ്യൂ ലൈക്ക് നൺ. Then if the events are A and B, we denote it as P of A by B. This reads as probability of A given B, conditional probability. For instance, if you are predicting whether it will rain today and knowing that it's cloudy and might impact our prediction. As it's more likely to rain when it's cloudy, we would say conditional probability P of A by B is high, that's conditional probability. Now does this apply to LLMs like GPT-4? ഞാൻ ആ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ട് പറഞ്ഞു തന്നായിരുന്നില്ലേ എങ്ങനെയാണ് ആ ഒരു വേർഡ് എടുക്കുക എന്നുള്ളത്. സോ ദ ബോയ് വെൻറ്റ് ടു ഇതിൻ്റെ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമ്മൾ NLPയിലും RNNസിലും ഇതിലൊക്കെ ചെയ്തായിരുന്നു ഈ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് വേർഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു LLMസിൻ്റെ കേസിൽ വരുമ്പോൾ നെക്സ്റ്റ് വേർഡ് പ്രഡിക്ഷൻ ആണെന്ന് പറഞ്ഞു. സോ ഇതിന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളൊരു സംഭവം വരണം. ഇതിലും ചെറിയ വ്യത്യാസമുണ്ട്. ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ആക്ച്വൽ ആൻസറിൻ്റെ കൂടെ കുറച്ചുകൂടി ആഡ് ചെയ്യും. പ്രോബിലിറ്റി ഇത് ഫാക്ട്സ് വരുമ്പോൾ ഫാക്ട്സ് ചെക്ക് ചെയ്തിട്ട് എക്സാക്റ്റ് ആൻസർ കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ വെച്ചിട്ട് ചേഞ്ച് ചെയ്ത് വേർഡ്സ് കൊടുക്കും. അപ്പോൾ നമുക്ക് സ്റ്റോറി എഴുതാൻ പറയുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ എഴുതാം. അത് ഏറ്റവും ബെറ്ററായിട്ട് ക്രിയേറ്റീവായിട്ട് എഴുതുമ്പോഴാണ് നന്നായിട്ട് വരുന്നത്. അതിന് എക്സാക്റ്റ് ആൻസേഴ്സ് തന്നെ കൊടുക്കണമെങ്കിൽ അങ്ങനത്തെ കേസിൽ ഇപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കണമെങ്കിൽ അത് എക്സാക്റ്റ് ആൻസർ കൊടുക്കണം. ഗാർഡ് റൈറ്റ്സ് ഉണ്ടാവും, പക്ഷെ അതൊന്നും ബെറ്റർ ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കണം. കറക്റ്റ് ഫാക്ട്സ് മാത്രം കൊടുക്കണം. ക്രിയേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന് അനുസരിച്ച് ചേഞ്ച് ചെയ്ത്. സോ ദ ബോയ് വെന്റ് ടു ദ പ്രീവിയസ് കോണ്ടെക്സ്റ്റും കൂടി റീഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിന്ന് ആൾ പോയത് കഫേയിലേക്കാണോ, ഹോസ്പിറ്റലിലേക്കാണോ, പ്ലേ ഗ്രൗണ്ടിലേക്കാണോ, പാർക്കിലേക്കാണോ, സ്കൂളിലേക്കാണോ എന്നുള്ളത്. സോ ആ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ടാണ് ഇവിടെ നെക്സ്റ്റ് വേർഡ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ഓഫ് കണ്ടീഷണൽ പ്രോബിലിറ്റി ഗിവൺ ദ വേർഡ്സ് ദാറ്റ് ഹവ് came before. What is the most likely next word? To predict the next word, the model calculates the conditional probability P of A by B എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷണൽ പ്രോബിലിറ്റി ഉണ്ടാവും. അതാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത് ഫോർ ഈച്ച് പോസിബിൾ നെക്സ്റ്റ് വേർഡ്. സോ അതിൽ വാല്യൂസ് വരും 0.1, 0.05, 0.4, 0.15, 0.3. സോ ഇതിലെങ്ങനെ ചൂസ് ചെയ്യാം? വേർഡ് വിത്ത് ദ ഹയസ്റ്റ് പ്രോബിലിറ്റി ഈസ് ചൂസ്.
പ്രോബിലിറ്റി ആണ്. കാരണം അത് ഫാക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വർക്ക് ചെയ്യാം. ഏതാണ് ഇതിൻ്റെ കൂടെ വരാൻ അതിൻ്റെ ടോക്കണൈസേഷനും കൂടി മാച്ച് ചെയ്യുമല്ലോ, അതിന്ന് അടുത്ത വേർഡ് ഏതാണ് വരാൻ ചാൻസ്. ഇത് ഓൾറെഡി ട്രെയിൻഡ് ആണ്, ഫുള്ളി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു LLM ആണെന്നുണ്ടെങ്കിൽ മേലൊരു കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടാവും ഒരു ക്വസ്റ്റ്യൻ. അതിന്ന് പ്രോബിലിറ്റി ചാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രോംപ്റ്റ് കൊടുക്കണമല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാൻ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ChatGPTയോട് ചോദിച്ചു. എന്നിട്ട് ഞാനൊരു അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഞാനിപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു PDF ആണ് ഇട്ടത്. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എനിക്ക് ഈ PDF ഈ മെഡിസിൻസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ത് റിലേറ്റഡ് ആണ്, ഒരു മെഡിക്കലിൻ്റെ ഇതുമായിട്ടാണ്. അപ്പോൾ ബാക്കി അതിൽ വേറെ പ്രോബിലിറ്റീസും വരാം. ഞാൻ വേറെ സ്ഥലത്ത് നിന്നിട്ട്, ഇപ്പോൾ ഓഫീസിൽ നിന്നിട്ടാണ്, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നിട്ടാണ്, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടാണ് എന്നുള്ളത്. പക്ഷെ ആ കോണ്ടെക്സ്റ്റ് എവിടെ നിന്ന് വരുന്നത്? PDF എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഹയർ പ്രോബിലിറ്റി ഇവിടെ വരിക. ഓക്കെ, ബാക്കിയുള്ള സ്കൂള്, ബസ് സ്റ്റോപ്പ് എക്സെട്ര ഒക്കെ ലോ പ്രോബിലിറ്റി ആവും. ചിലത് ഓൾമോസ്റ്റ് ഈക്വൽ ആവും. അപ്പോൾ ഒരു പിന്നെയും ക്ലാരിഫൈങ് ക്വസ്റ്റ്യൻസ് ഇത് ചോദിക്കും, നമുക്ക് ചോദിക്കില്ല GPT. അതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത ടൈമിലാണ് അത് ക്ലാരിഫൈങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. എക്സാക്റ്റ് ഇപ്പോൾ ഇന്ന സാധനം കോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കോഡ് തരുന്നതിൻ്റെ മുന്നേ ഒന്നുകൂടി എൻഷുർ ചെയ്യും ഇതന്നെയാണോ. അതങ്ങനെ ഈ പ്രോബിലിറ്റി ഡിഫറൻസ് വരുമ്പോഴാണ്. So the LLM learns a high dimensional probability distribution over sequences of words. ഔട്ട് ഓഫ് 100 ആണ് ഇത് ചെക്ക് ചെയ്യുക. 1 എന്നുള്ളതാണ് ഹൈ വാല്യൂട്ട് സെറ്റ് ചെയ്യുക. ഔട്ട് ഓഫ് 100 ചെക്ക് ചെയ്യും. എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ലോസ് ഈക്വൽ ടു മൈനസ് ലോഗ്, ഇതാണ് ഇക്വേഷൻ, മൈനസ് ലോഗ് P of പ്ലേ ഗ്രൗണ്ട് ഡിവൈഡ് ബൈ ദ ബോയ് വെൻ ടു ഈക്വൽ ടു മൈനസ് ലോഗ് 0.4 എന്ന് പറഞ്ഞിട്ട്. ക്രോസ് എൻട്രോപ്പി ലോസ് എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് ലോഗ് ലൈക്ലിഹുഡ്. ക്രോസ് എൻട്രോപ്പി പഠിച്ചിട്ടില്ലേ? ബൈനറി ക്രോസ് എൻട്രോപ്പി ആൻഡ് മൾട്ടി ക്ലാസ് നമുക്ക് വരുന്ന പോലെ ഇവിടെ ചെക്ക് ചെയ്യും. സോ ക്രോസ് എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റാൻഡംനെസ് ആണല്ലോ വെക്കുന്നത്. And the parameters of this distribution are the trained weights. ഇവിടെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ആ ഒരു വെയ്റ്റ്സിലാണ്, അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. And the training or rather pre-training is supervised, but there is a problem. If we always pick the word with the highest probability, we end up with repetitive outputs, making LLMs almost useless and stifling their creativity. So ഈ ക്രിയേറ്റിവിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അവിടെ ചൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ആക്ടിവേഷൻ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുള്ളൂ. സോഫ്റ്റ്മാക്സും ലോജിക്സും ഒക്കെ അല്ലേ, സോഫ്റ്റ്മാക്സ് പഠിച്ചില്ലേ, മൾട്ടി ക്ലാസിങ്. അപ്പോൾ അതൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ടെമ്പറേച്ചർ ഫുള്ളൊന്നും വായിക്കണില്ല. അതായത് ഇവിടെ ഈ എക്സ്ട്രാ ടെമ്പറേച്ചർ ഇല്ലേ, അത് സെറ്റ് ചെയ്യും. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം, വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ പോയി പനിയാണോ? മാറിയിട്ടില്ലേ? മാറിയിട്ടില്ലേ? അവിടെ അല്ല, വെറുതെ ആ സൈഡ് ഒത്തുവെക്കലായിരുന്നു. നല്ല പനിയാണ്, ഞാൻ കിടപ്പിലായിരുന്നു. സാറിന് പനിയൊന്നും പിടിച്ചില്ലേ? ഒന്നുകൂടെ നമുക്ക് പിടിക്കാനായിട്ടാണോ? പിടിക്കാനായിട്ടല്ല, സാധാരണ ഇവിടെ എറണാകുളത്ത് കറങ്ങി നടക്കാറുണ്ട് പനി. അശ്വതിക്കും പനിയായിരിക്കും ചിലപ്പോൾ ചോദിച്ചു നോക്കി. അശ്വതി പോയാ ക്ലാസ് ചെയ്ത്? ഞാൻ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. ഞാൻ പബ്ലിക്കായിട്ട് ഇടുക. ഞാൻ പബ്ലിക്കായിട്ട് ഇടുക മറ്റേ വീഡിയോക്ക്. ഞാനതാ ചിലത് പോസ്റ്റ് ചെയ്തത് ഇടയ്ക്ക്. അപ്പോൾ സാറ് ഫുൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? ഫുൾ അപ്ലോഡ് ചെയ്തിട്ടില്ലേ? എന്നാൽ ലിങ്ക് ഒന്നും തന്നെ ഇതൊക്കെ എനിക്ക് ഞാൻ തന്നിട്ടില്ലേ? ചാനലിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ഞാൻ വെറുതെ ഞാൻ കിട്ടേക്കാണ്. എന്താണ് ചാനൽ? I am വിഷ്ണു വ്ളോഗ്സ്.
ക്രിയേറ്റ് ചെയ്തു. ഞാൻ അങ്ങനെ നോക്കലൊന്നുമില്ല. ക്ലാസ്സസ് എന്തെങ്കിലും എന്തെങ്കിലും സിമ്പിൾസ് ആഡ് ചെയ്യാറുണ്ടല്ലോ. എന്ത് ഞാൻ ഇവിടത്തെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത, അങ്ങനെ നോക്കുക സീരിയസ് ആയിട്ടൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടൊക്കെ ബാറ്റ്മാൻ കുറേ ഉണ്ട്. അല്ല വിഷ്ണു റോക്സ് കിട്ടാൻ പോയായിരുന്നോ? പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം. കുറേ കാണില്ലല്ലേ നടപടിയാവോ? ഇല്ല. അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും കണ്ടന്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലും. അതും കോമണായിരിക്കില്ലേ? കിട്ടിയോ? ഫോണിലുണ്ടാവില്ല. അതില് ലോഗിൻ ചെയ്തിട്ടില്ല. ഫോൺ പിന്നെ ശരിയായോ? കംപ്ലൈന്റ് ആയി. Okay, bye. Okay, bye. ചെമ്പനീർ പൂവേ നീ കഴിഞ്ഞിട്ട് കാണിച്ചാ ടൈം കിത്തന 10:47. സാറേ ഞാൻ പ്രൊജക്റ്റിൻ്റെ ഞാൻ അയച്ചു തന്നോ? അയച്ചില്ല, ഞാൻ കാണിച്ചിട്ട് അയക്കാൻ വിചാരിച്ചു. ഡീപ് ലേണിംഗ് എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യണ്ടോ? ഡീപ് ലേണിംഗ് തുടങ്ങിയിട്ടില്ല, ഞാൻ കുറച്ച് വായിച്ചു തുടങ്ങിയിട്ടുള്ളൂ. തിയറീസ്. തിയറിയോ? തിയറി വായിച്ചു കൺസെപ്റ്റ് അറിഞ്ഞു തന്നെയാണ്. അതായത് ഐ മീൻ തീരെ അറിഞ്ഞാലേ ഇതൊക്കെ അവിടെ യൂസ് ചെയ്യണമെന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ബേസ് ഉണ്ടാക്കണം. ക്രെഡിറ്റ് കാർഡിൻ്റെ ഞാനിങ്ങനെ ഫോൾഡേഴ്സ് ആക്കി കുറച്ച്. അതിൽ ഡാറ്റ, ഇതിൽ പിന്നെ നോട്ട്ബുക്സിൽ വിഷ്വലൈസേഷനിലുണ്ട്, പിന്നെ നോർമൽ ഇടിയ പാട്ട് തന്നെയല്ലേ, അതായത് എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്തൊക്കെയാണ് അതൊക്കെ കണ്ടുപിടിച്ച്. പിന്നെ അതുപോലെ തന്നെ വേറെ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ആണെങ്കിൽ ഇതിൻ്റെ മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാവരും എന്താ പറയുക സാർ, ഇത് ഞാൻ ജിപിടിയോട് ചോദിച്ചിട്ടേക്കുന്നത്. അതായത് ഞാൻ ഞാൻ പൈപ്പ് ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോന്നിനും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ പൈപ്പ് ലൈനായിട്ട് ഫങ്ഷൻസ് ആയിട്ടാണ് റീകോൾ ചെയ്തൊക്കെ കാണുന്നുണ്ട്. ഡാറ്റ പാത്ത് വിളിക്കണതും ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യാനായിട്ട്, പിന്നെ അതിന് സ്പ്ലിറ്റിങ്ങും ഇതൊക്കെ ഫങ്ഷനാക്കി ഒരു പൈപ്പ് ലൈൻ ആക്കിയിരിക്കണം. പൈപ്പ് ലൈനിൻ്റെ പ്രീ പ്രോസസ്, അതാണ് പ്രീ പ്രോസസ്സിൻ്റെ പൈപ്പ് ലൈൻ. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ മോഡൽ കോൾ ഔട്ട് ചെയ്യണത് പൈപ്പ് ലൈനിലാക്കിയിരിക്കണം. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക്, അതായത് ഞാനിപ്പോൾ ഓരോ ഇതിലാണല്ലോ ഫോൾഡർ ഇതാക്കിയാണ് കോൾ ചെയ്യണം. SRC കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ, ഞാൻ വിളിക്കുന്ന സാധനങ്ങൾ വന്നിട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞു ഇമ്പോർട്ട് ക്രിയേറ്റ് പൈപ്പ് ലൈനിന് മാത്രമാണെന്നുണ്ടെങ്കിൽ അതില്ല, കാരണം അതിന് പാത്ത് അറിയില്ല. അത് ഇതുണ്ടല്ലോ ഫ്രം SRC ഡോട്ട് പ്രീ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഞാൻ സേവ് ചെയ്തിട്ടേക്കണേ. പ്രീ പ്രോസസ് അതായത് അല്ല ഇത് പൈത്തൺ ഫയലായിട്ടാണ്, പ്രീ പ്രോസസ് ഫയൽ ഡോട്ട് പൈ ഫയലാണ്. അപ്പോൾ അതിന് ഞാൻ ഇമ്പോർട്ട് ചെയ്ത ടൈമിൽ ആദ്യം എനിക്ക് എറർ അടിച്ചുകൊണ്ട്, കാരണം സിസ്റ്റം കാർഡ് ഐഡൻറ്റിഫൈ SRC. അപ്പം അങ്ങനെ ഞാൻ ചെയ്ത്
മറ്റേ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നോയ്സ് എന്ന് പറയുന്നത്. പാത്ത് അല്ലെങ്കിൽ പാത്ത്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് മറ്റേത് ചെയ്യാന്നുണ്ടെങ്കിൽ അതുകൂടി എടുക്കും. അങ്ങനെ ഇതിപ്പോൾ സ്പ്ലിറ്റിങ് വരെ പ്രീ പ്രോസസ്സിൻ്റെ പൈപ്പ് ലൈൻ ആക്കിയിട്ടിട്ട് അങ്ങനെ കോൾ ഔട്ട് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇവാലുവേഷൻ മെട്രിക്സും ഇത് ഞാൻ കോഡ് ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ എന്താണ് GPT ജനറേറ്റ് ചെയ്ത് തന്നാണ്. എനിക്കിങ്ങനെ പൈപ്പ് ലൈൻ പോലെ വേണമെന്ന് പറഞ്ഞിട്ട് ഇത്രയും സ്കോറുകൾ ഇന്ന പൈപ്പ് ലൈൻ ആക്കിയിട്ട് ഫങ്ഷൻ പോലെ അങ്ങനെ ഇതിൻ്റെ മെട്രിക്സസ് എല്ലാം അങ്ങനെ എടുത്ത് ഇവാലുവേഷൻ മോഡൽ പിന്നെ റിസൾട്ട്സ് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യാൻ പിന്നെ മെട്രിക്സ് അതുപോലെ തന്നെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് തരാനായിട്ട് ഡിസൈനിൽ പിന്നെ ഇതിൻ്റെ ഓരോ മെട്രിക്സ് കാണിക്കാൻ പിന്നെ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് ഇതൊക്കെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതും പൈപ്പ് ലൈൻ ആക്കിയാണ് ചെയ്തേക്കുന്നത്. അത് മറ്റേ ഫോൾഡറിൽ നിന്ന് പൈപ്പ് ലൈൻ ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്ത് ആസ് പൈപ്പ് പിന്നെ ഇമ്പോർട്ട് ക്രിയേറ്റ് പൈപ്പ് ലൈൻ അതായത് എന്താ ഇതിൻ്റെ പേര് ഈ മോഡൽ ഞാൻ പ്രിപ്പറേഷനാണ് യൂസ് ഒരു മോഡലുള്ളൂ. ഇല്ല അത് ഞാൻ വേറെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സാറിനത് ഇത് കാണിക്കാൻ വേണ്ടി പിന്നെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഡാറ്റയും ടാർഗറ്റ് വേരിയബിൾ സ്മോട്ട് യൂസ് ചെയ്ത് പിന്നെ സ്മോട്ടിന് മറ്റേ IMB ലൈൻ പൈപ്പ് ലൈനാണ് യൂസ് ചെയ്തേക്കണം. മറ്റേ പൈപ്പ് ലൈൻ അല്ല സ്മോട്ട് ഉള്ളതുകൊണ്ട് പിന്നെ ഇതിനെന്തോ റീസൺ ഉണ്ടായിരുന്നു. അതായത് ഇത് റോസിനാണ് വന്നല്ലേ റോസ് കൂടും ഷേപ്പ് മാറ്റില്ല അതുകൊണ്ടാണ് IMB പൈപ്പ് ലൈൻ യൂസ് ചെയ്തേക്കുന്നത് മറ്റേതല്ല. പിന്നെ സ്കെയിലാർ യൂസ് ചെയ്തിട്ടുണ്ട് സ്കെയിലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കെയിലിങ്ങിൻ്റെ ഒരു ഡൗട്ട് കൂടെ അതായത് ഈ മെയിനായിട്ട് എമൗണ്ട് മാത്രമാണ് ഈ പറഞ്ഞ അതിൽ കുറച്ച് ഇതായിട്ട് കിടക്കുന്നത്. ഇത് ഫ്രോഡ് വേഴ്സസ് ജെന്യുവൻ ട്രാൻസാക്ഷൻ്റെ ഇതെടുത്തേക്കണാണ് താഴത്ത് അത് ഞാൻ നൊട്ടേഷൻ ഓഫ് ചെയ്തിട്ടേക്കണാണ്. കളർ മാത്രമേ ഉള്ളൂ. അത് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായില്ല കാരണം മറ്റേ PCA ഇതായിട്ടുള്ള കിടക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും കോറിലേറ്റ് ചെയ്താലേക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ട് പിന്നെ അത് ഔട്ട്ലേഴ്സ് വന്നേക്കണ ട്രാൻസാക്ഷൻ മോഡൽ ഔട്ട്ലേഴ്സ് വന്നേക്കണം. പക്ഷെ അത് വരുന്നതാണ് അതായത് ട്രാൻസാക്ഷൻസ് എമൗണ്ട് കാരണം ഒരാൾ ട്രെൻഡ് ആയിരിക്കുമല്ലോ യൂസർ എമൗണ്ടിന് പറഞ്ഞ ജെന്യുവൻ എമൗണ്ട്സിൽ ഹ്യൂജ് എമൗണ്ടിന് ആണ് വന്നേക്കണത് ജെന്യുവൻ ആണ്. ഫ്രോഡ് വളരെ ചെറിയ എമൗണ്ടുകൾക്കാണ് മെയിനായിട്ട് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്തേക്കുന്നത്. പിന്നെ സാർ ഇത് ഇതാണ് പൈ ക്യാച്ച് പോലെ ഇങ്ങനെ വന്നേക്കാണ്. പൈ ക്യാഷ് റൺ ചെയ്യിക്കുമ്പോൾ വരുന്നതാണ് ഇങ്ങനെ ആപ്പിലിടുമ്പോൾ. അപ്പോൾ ഇത്ര ഇവാലുവേഷൻ വരെ എത്തി. ഇനി അടുത്ത സ്റ്റെപ്സ് എന്താണെന്ന് പറഞ്ഞാൽ മതി. PDF റിപ്പോർട്ട് സമ്മറി ഡാറ്റ ക്വാളിറ്റി മിസ്സിംഗ് വാല്യൂസ് ഇല്ല. ടാർഗറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഹൈലി ഇംബാലൻസ്ഡ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ എമൗണ്ട് അനാലിസിസ് മറ്റേത് റൈറ്റ് സ്ക്യൂഡ് ആയിരുന്നു എമൗണ്ട് അനാലിസിസ് വന്നത്. സ്കെയിലിങ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എക്സ്ട്രീം വാല്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ കോറിലേഷൻ അനാലിസിസും ചെയ്ത് മീഡിയ പാർട്ടിൽ ചെയ്തേക്കണം. ട്യൂണിങ് കഴിഞ്ഞാൽ ട്യൂണിങ് ചെയ്തിട്ടില്ല ഇവിടം വരെ. ട്യൂണിങ്ങും ക്രോസ് വാലിഡേഷൻ ഇവാലുവേഷൻ വരെ ചെയ്ത് പിന്നെ അതിൻ്റെ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും ഒക്കെ ചെക്ക് ചെയ്യാം. ഇവാലുവേഷൻ മോഡൽ പ്രിന്റ് മെട്രിക്സസ് ഇതാണ് മെട്രിക്സ് വന്നേക്കുന്നത്. മോഡൽ ലോജിസ്റ്റിക്സിൻ്റെ ഉണ്ട് മാത്രമാണ്. 97 പൊസിഷൻ 0.0 എന്താ അവർ പോകില്ലേ ചേഞ്ച് എടുത്ത് നോക്കാം. പിന്നെ ഈ വൈപ്രോബ് എന്ന് പറഞ്ഞ അത് പ്രോബിലിറ്റി ROC ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഓരോന്ന് വരുമ്പോൾ അതിന് എത്ര പ്രഡിക്റ്റ് ചെയ്യാൻ പ്രോബിലിറ്റി ഉണ്ടെന്ന് മെട്രിക്സ് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് അതെടുക്ക്. നോർമലി പ്രോഡക്റ്റ് 1482 ഇത് കുറവാണ്. ട്രൂ ലേബിൾ ഡിഫറെൻ്റ് ആയില്ലേ. ഫ്രോഡ് പ്രോഡക്റ്റ് ഡിറ്റക്ട് ചെയ്യുന്ന 83 ഫ്രോഡ് നോർമലായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത് 12. നോർമലി ഫ്രോഡായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത് 1982. അത് കറക്റ്റ്. അതായത് 99% ജെന്യുവൻ ഡാറ്റയാണ്. ഫ്രോഡാകെ നിസ്സാര ശതമാനമാണ്. ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 0.1 അല്ലേ കൊടുത്തേക്കണേ. ടെമ്പറേച്ചർ ക്ലോസ് ടു 0. അപ്പോൾ ആ ഒരു ക്രിയേറ്റിവിറ്റി കുറവായിരിക്കും. സോ നമ്മൾ കോൾ ചെയ്യുന്നത് ഇപ്പോൾ OpenAIയുടെ API വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ റെസ്പോൺസ് ആദ്യം OpenAIയുടെ API ആ ഒരു കീയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും.
സെറ്റ് ചെയ്തിട്ട് റെസ്പോൺസ് ഈക്വൽ ടു ഈ ഒരു രീതിയിൽ കോൾ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ചാറ്റ് ബോട്ടിനാണ് യൂസ് ചെയ്യണമെങ്കിൽ റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ കോൾ ചെയ്യാം. റെസ്പോൺസ് ഈക്വൽ ടു ഓപ്പൺ എ ഡോട്ട് ക്ലൈൻറ്റ് ചാറ്റ് കംപ്ലീഷൻസ് ഡോട്ട് ക്രിയേറ്റ്. ദെൻ മോഡൽ ഏത് മോഡലാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ പഴയ PDF ആണ്. ഇപ്പോൾ GPT 3.5 ടർബോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫ്രീ API ആണെന്നുണ്ടെങ്കിൽ ജെമിനൈയുടെ ഒക്കെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഗ്രോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്, ഗ്രോക്ക്. അതിൽ ഫ്രീ LLMs ഉണ്ടാവും. ആ ഗ്രോക്ക് അല്ല, ഗ്രോക്ക്, ഈ ഗ്രോക്ക് GROQ, grok.com. ഓക്കെ, അപ്പോൾ ഇതിൽ പോയിട്ട് API കളക്ട് ചെയ്യാൻ പറ്റും ഓരോ മോഡൽസിൻ്റെ. അവൈലബിൾ മോഡൽസ് എന്ന് പറഞ്ഞിട്ട് ലാമയുടെ ഒരു മോഡൽ ഉണ്ടാവും, ആൻഡ് ഡീപ് സീക്കിൻ്റെ ഒരു മോഡലുണ്ട്. പിന്നെ അങ്ങനെ ഒരു കുറച്ച് ഫ്രീ മോഡൽസ് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ റെസ്പോൺസ് ഇതൊക്കെ ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏതാണോ ബെറ്റർ മോഡൽ നോക്കിയിട്ട് അത് കോൾ ചെയ്യാം. സ്ക്രീൻ ഓൺ അല്ലേ? അല്ലേ, ശരിക്കും ആണല്ലോ. ഇല്ല, പോയി, ആള് പോയി. ഓണാണല്ലോ. ഇടയ്ക്ക് വെച്ച് പോയായിരുന്നു സ്ക്രീനോ? ഹലോ ഹലോ, കാണില്ല ഇപ്പൊ സ്ക്രീൻ ഓൺ ആണല്ലോ. ക്ലാസ് കഴിഞ്ഞാൽ കട്ടായി പോണം. നെറ്റിന്റെ ഇഷ്യൂ ആണോ നിങ്ങളെ? ഓക്കെ ഓക്കെ നടക്കണ്ട. കട്ടായി പോകുന്നുണ്ട്. ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണതിനനുസരിച്ചിട്ടാണ് ഒരു ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇത് വായിച്ചു നോക്കിയാൽ the world was captivated by the birth of Prince George, the first child of Prince. സോ ഇതിൽ ഒരേപോലെയാണ് കൊടുക്കുന്നത്. അതായത് ടെമ്പറേച്ചർ ഒരേപോലെ സെറ്റ് ചെയ്തു. 0.1 ഇവിടെ 0.1. സെയിം റെസ്പോൺസ് ആണ് ഇവിടെ വരിക. പ്രിൻ്റ് റെസ്പോൺസ് ചോയ്സസ് 0. ചോയ്സസ്, റെസ്പോൺസിൻ്റെ ചോയ്സസ് എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു പ്ലേ ഗ്രൗണ്ട് സ്കൂൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് തോന്നി. അപ്പോൾ അതിൽ 0 ഏറ്റവും ക്രിയേറ്റിവിറ്റി കുറച്ചൊക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇൻഡെക്സിലുള്ളതാണ് കോൾ ചെയ്യുക. അപ്പോൾ അതാണ് ഐഡൻറ്റിക്കൽ റെസ്പോൺസ് ആയിട്ട് വരുന്നത്. പിന്നെ ചെയ്യുന്നത് ദിസ് ഇസ് വാട്ട് ദ ടെമ്പറേച്ചർ കംസ് ഇൻ ടു ദ പിക്ചർ. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഗോയിങ് ഓൺ. ഇതിൽ ചെയ്യുന്നത് ഔട്ട്പുട്ട് ലെയറിൽ ടോക്കൺ 1, ടോക്കൺ 2 അപ് ടു N വരെ കാണുന്നില്ലേ? അപ്പോൾ ഓരോ ലെയറിലും ആ ഒരു ടെമ്പറേച്ചർ ക്ലോസ് ടു 0 ആണെന്നുണ്ടെങ്കിൽ സെയിം റെസ്പോൺസ് ആണ് അവിടെ വരിക. ഓൾമോസ്റ്റ് അല്ല, ക്ലോസ് ടു 0 ഐഡൻറ്റിക്കൽ റെസ്പോൺസ് ആണ് വരിക. ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ്. നമ്മളിങ്ങനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇപ്പോൾ API കീ ഒക്കെ എടുത്തിട്ട് കോൾ ചെയ്യില്ലേ, അപ്പോൾ ടെമ്പറേച്ചർ 0.1 ഇതേപോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം റെസ്പോൺസ് വരിക. ഇപ്പോൾ ടെമ്പറേച്ചർ ക്ലോസ് ടു 1 ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്രിയേറ്റിവിറ്റി ഉള്ളതായിരിക്കും, ഡിഫറെൻറ്റ് റെസ്പോൺസ് വരും. സാമ്പിളിങ് ഇൻസ്റ്റെഡ് ഓഫ് സെലക്ടിങ് ദ ഹയസ്റ്റ്. സോ എപ്പോഴും ഹയസ്റ്റ് വാല്യൂ ഉള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരേ റെസ്പോൺസ് അല്ലേ വരുള്ളൂ. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു വെയ്റ്റ്സ് ഒക്കെ കൊടുത്താൽ ലോജിക്സ് എന്ന് പറഞ്ഞിട്ട്. സോ അത് സോഫ്റ്റ് മാക്സ് എന്നുള്ളത് മൾട്ടി ക്ലാസ്സിന് യൂസ് ചെയ്തായിരുന്നില്ലേ ആക്ടിവേഷൻ ഫംഗ്ഷൻ. സോ ആ സോഫ്റ്റ് മാക്സ് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സാമ്പിൾ ഫ്രം ദിസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത്. എപ്പോഴും ആ ഒരു ഹൈ വാല്യൂ ചൂസ് ചെയ്യാണ്ട് ക്രിയേറ്റിവിറ്റി വരാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് വാല്യൂസ് ചൂസ് ചെയ്യും. So even if token 1 has the highest score, it may not be chosen since we are sampling. എപ്പോഴും ഹയസ്റ്റ് വാല്യൂ ചൂസ് ചെയ്യണമെന്നില്ല. അതിൻ്റെ ഇക്വേഷനാണ് ട്രഡീഷണൽ സോഫ്റ്റ് മാക്സ് ആൻഡ് ലോജിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. Now temperature introduces the following duke in the softmax function, which in turn influences the sampling process. സോ ആ ഒരു ക്രിയേറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യുന്നത്.
ട്രഡീഷണൽ സോഫ്റ്റ് മാക്സ് എന്ന് പറയുമ്പോൾ ഇ ബൈ സിഗ്മ ഇ എക്സ് ജെ ഈ ഒരു ഇതും കൂടിയാണ് വരുന്നത്. അതിൽ ഈ ടെമ്പറേച്ചറും ആഡ് ചെയ്യും, ലോജിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടും ആഡ് ചെയ്യും. ഡിഫറെൻറ്റ് ഒരു പാർട്സ് ചൂസ് ചെയ്യാൻ വേണ്ടി സാധ്യത കൊടുക്കുകയാണ്. ടി ഈസ് ഈക്വൽ ടു 0.01, എ ഈക്വൽ ടു എൻ പി ഡോട്ട് ആർ ഐ ഓഫ് 1 2 3 4. സോഫ്റ്റ് മാക്സ് ഓഫ് എ എന്ന് പറയുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ആൻസർ. സോഫ്റ്റ് മാക്സ് ഓഫ് എ ബൈ ടി എന്ന് പറയുമ്പോൾ ഒരു ടോക്കൺസും കൂടി അപ്ലൈ ചെയ്തിട്ടുള്ളതാകുമ്പോൾ എ ബൈ ടി എന്ന് പറയുമ്പോൾ ടി എന്താ 0.01. ഇതിൻ്റെ ഒരു കൺവേർഷനാണ് ലോ ടെമ്പറേച്ചറിൽ ഇത് വരുന്നത്. ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ 0.25 എന്ന് പറഞ്ഞിട്ടുള്ള ആ രീതിയിൽ ആ ഒരു ടൈപ്പ് ഓഫ് പ്രസൻറ്റേഷൻ ഇല്ലേ അത് ടോട്ടലി ചേഞ്ച് ചെയ്തു. ഇവിടെ മൈനസ് വാല്യൂസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ റെയിൽവേ ടൈമും നോർമൽ ടൈമും ഇടുന്നാൽ മതി. നമ്മൾ കാര്യമായിട്ടൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, നോർമൽ പാറ്റേൺസ് ആയിരിക്കും ഇടുക. ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് കുറച്ചുകൂടി ക്രിയേറ്റ് ആവും. At low temperature, probabilities concentrate around the most likely token, resulting in nearly greedy generation. ലോ ടെമ്പറേച്ചറിൽ ആ ഒരു ഔട്ട്പുട്ട് കൊടുക്കാന്ന് മാത്രമേ ഐഡിയ ഉണ്ടാവുള്ളൂ. ക്രിയേറ്റീവ് ആയിട്ട് അങ്ങനെ കൊടുക്കാൻ തോന്നില്ല. അറ്റ് ഹൈ ടെമ്പറേച്ചർ പ്രോബിലിറ്റീസ് ബിക്കം മോർ യൂണിഫോം, പ്രൊഡ്യൂസിങ് ഹൈലി റാൻഡം ആൻഡ് സ്റ്റൊക്കാസ്റ്റിക് ഔട്ട്പുട്ട്സ്. അപ്പോൾ ആ ടെമ്പറേച്ചറിൻ്റെ യൂസേജ്. പിന്നെ വരുന്നത് ജനറേഷൻ പാരാമീറ്റേഴ്സ്. ഈ ടെമ്പറേച്ചർ പോലെ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. സോ ഒരു ഇത് വേണമെങ്കിൽ പ്രോംപ്റ്റിൽ കൊടുക്കാം കേട്ടോ. ഇതും ഇതിലുള്ള വാല്യൂസ് കുറച്ചൊക്കെ പ്രോംപ്റ്റിൽ വേണമെങ്കിൽ കൊടുക്കാം. ഈ സംഭവം ഞാൻ സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞുതരാം. മാക്സിമം ടോക്കൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ടോക്കൺ ലിമിറ്റ് സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ടോക്കൺസ് 64,000 ടോക്കൺസ് ആണെന്ന് വിചാരിക്കും ഔട്ട്പുട്ട് മാക്സിമം അതിൻ്റെ. സോ യൂസ് മാക്സിമം ടോക്കൺസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോർമലി ആ ഒരു ലെങ്ത്തിനെക്കാട്ടിലും കൂടുതൽ മാക്സിമം ടോക്കൺസ് യൂസ് ചെയ്തിട്ട് തരും. ദ സൺസെറ്റ്സ് പെയിൻറ്റിംഗ് ടോട്ടൽ ടോക്കൺസ് മാക്സിമം ഇക്വൽ ടു 50 ടോക്കൺ ഉണ്ട്. അപ്പർ ലിമിറ്റ് ഫോർ ദി നമ്പർ ഓഫ് ടോക്കൺസ് ദ മോഡൽ ജനറേറ്റ്സ്. വാല്യൂ റേഞ്ച് 1 to infinity. സോ എത്രയാണോ അതിൻ്റെ മാക്സിമം ലെങ്ത്ത് അത് സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ GPU സെറ്റ് ചെയ്തിട്ട് ഡിവൈസ് ഈക്വൽ ടു ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇവിടെ മാക്സിമം ടോക്കൺസ് ഈക്വൽ ടു മാക്സിമം കോൺടെക്സ്റ്റ് വിൻഡോയുടെ ലെങ്ത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എത്രയാണെന്ന് നോക്കിയിട്ട്. അപ്പോൾ അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കുറച്ച് ഹൈ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ലെങ്ത് ആയിട്ടുള്ള ഒരു പ്രോസസ് കിട്ടും. ഇപ്പോൾ റിസർച്ച് പേപ്പറൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ടെമ്പറേച്ചർ നേരത്തെ പറഞ്ഞത് controls randomness in output. A higher temperature makes more creative and diverse. Value range 0 to 2, common range. Nearly 0 ആണെന്നുണ്ടെങ്കിൽ ലോ ടെമ്പറേച്ചർ ആണ് വരിക. അപ്പോൾ അത് കുറച്ചുകൂടി സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും കൊടുക്കുന്നത്. Then top P values. Control probability distribution is considered when sampling tokens. നമ്മൾ ആ ഒരു ടോപ്പ് കെ വാല്യൂസ് എടുത്തിട്ടായിരുന്നു സാമ്പിളിങ് ചെയ്യുന്ന പറഞ്ഞു, ലോജിക്സും ടോക്കൺസും എടുത്തിട്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനാണ് ടോപ്പ് പി എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. വാല്യൂ റേഞ്ച് 0 to 1. ടോപ്പ് കെ വാല്യൂസ് ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് ടോപ്പ് പ്രോബബിൾ ടോക്കൺസ് ടു സാമ്പിൾ ഫ്രം. സോ എത്ര എണ്ണത്തുനിന്ന് ഒരു സാമ്പിളിങ് എടുക്കണം. അപ്പോൾ 5 എണ്ണം ആണെന്നുണ്ടെങ്കിൽ 5 എണ്ണം വേണ്ട, 3 എണ്ണത്തുനിന്ന് എടുത്താൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചാണ് എടുക്കുന്നത്. 1 to infinity. ഫ്രീക്വൻസി പെനാൽറ്റി ഇതൊന്നും എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല, പക്ഷെ വേണമെങ്കിൽ ആ ഒരു ജനറേഷൻ ഇതെന്താ കൊടുത്തതിനെല്ലാം ജനറേഷൻ പാരാമീറ്റേഴ്സാണ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലേ നല്ല ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ആ ഒരു ഇതിനാണ്. ഇപ്പോൾ ഞാൻ അന്ന് കാണിച്ചു തന്നില്ലേ, റോള് ടാസ്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ അത് കിട്ടും. പിന്നെ ആ ഒരു സ്ലാഷ് ഇട്ടുള്ള സംഭവമില്ലേ, സ്ലാഷ് ബോർഡ് മോഡ് ആൻഡ് സ്ലാഷ് ടീച്ചർ 10x എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത് ഓരോ മോഡലിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും, പക്ഷെ ബെറ്റർ പ്രോംസും ആൻസേഴ്സും ക്രിയേറ്റ് ചെയ്യാനാണ് അങ്ങനെ ചെയ്യുന്നത്. And frequency penalty. Dogs love to play and run and chase and bark and nap and ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ പെനൽറ്റി
penalizes token repetition based on frequency. Positive values reduce repetition. Value range -2 to 2. So ഇതിൽ പോസിറ്റീവ് വാല്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ റിപ്പീറ്റേഷൻ റെഡ്യൂസ് ചെയ്യും. ആൻഡ് പ്രസൻസ് പെനാൽറ്റി, puppies snap, kittens play, the sun shines, a bird sings, the day is perfect. Encourages the model to use new tokens that haven't been generated. So അതുവരെ ജനറേറ്റ് ചെയ്യാത്ത ക്രിയേറ്റിവിറ്റി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പ്രസൻസ് പെനാൽറ്റി എന്ന് പറയും. വാല്യൂ റേഞ്ച് -2 to 2. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പുതിയ ടോക്കൺസ് ആയിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യും. അത് പഠിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചാൽ മതി. ആൻഡ് സ്റ്റോപ്പ്. There are some words restricted or forbidden, such as gambling, terrorism, Hitler, etc. So, ഹിറ്റ്ലർ ഹിറ്റ്ലറൊക്കെ ഇട്ടുണ്ടെങ്കിൽ ബാൻ ചെയ്യും. മറ്റേ നാസ് ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. ഹിറ്റ്ലർ അതിനെന്താ പ്രശ്നം? ഹിറ്റ്ലർ അങ്ങനെ ഇഷ്യൂ ഇല്ല, പക്ഷേ ടോൾഡ് ബൈ വിഷ്ണു സാർ പഠിക്കട്ടെ. കുഴപ്പമൊന്നുമില്ല, വിഷ്ണു എത്ര ആളുണ്ട്. അങ്ങനെയല്ല, സാറിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കോപ്പറേറ്റ് ആയിരിക്കും. ഫുൾ ഡീറ്റെയിൽസ് ആർക്കറിയാം. So a list of tokens where the model will stop generating further tokens. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കേസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അബൌട്ട് ചിൽഡ്രൻ, ടെററിസം, ഗാംബ്ലിങ്, ബ്ലാസ്റ്റ്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളില്ലേ, അതൊക്കെ വരുമ്പോൾ ആ ഒരു ഗാർഡ് റേസ് യൂസ് ചെയ്തിട്ട് എന്താന്ന് ഒന്ന് പറഞ്ഞിട്ട് എന്താന്ന് അടിച്ചില്ല, ബാനായി പോയി. കാരണം അതിൽ കുറെ കരക്കില്ല. സോ അതിൽ ഒരു സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. സോ നമ്മൾ ട്രെയിൻ ചെയ്യാന്നുണ്ടെങ്കിലും ഇങ്ങനെയാണ് ചെയ്യുക. സെപ്പറേറ്റ് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു LLM-നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അഡ്വാൻസ് ആയിട്ട് അതിൻ്റെ ഒരു ആൻസർ അറിയിരിക്കില്ല. നെക്സ്റ്റ് വേർഡാണ് അത് പ്രൊഡിക്ഷൻ ചെയ്യുന്നത്. സോ അതെങ്ങനെ ചൂസ് ചെയ്യുന്നു, ആ ഒരു പ്രോബബിലിറ്റി ഒക്കെ വെച്ചിട്ട് ചൂസ് ചെയ്യുന്ന പറഞ്ഞില്ലേ, അപ്പോൾ അതെങ്ങനെ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു 4 സ്റ്റെപ്പായിട്ട് വരുന്നത്. 4 ടൈപ്പാണ്. ഗ്രീഡി സ്ട്രാറ്റജി, ചൂസ് ദ ടോക്കൺ വിത്ത് ഹയസ്റ്റ് പ്രോബബിലിറ്റി. ARGMax എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്, np.argmax എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിട്ടില്ലേ, അപ്പോൾ അതിൽ ഏറ്റവും ഹയർ പ്രോബബിലിറ്റി വരുന്നത് ചൂസ് ചെയ്യും. ആൻഡ് മൾട്ടിനോമിയൽ സാമ്പിളിംഗ് സ്ട്രാറ്റജി, ഇതിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. ഗ്രീഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോവർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തായിരിക്കും. സോ മൾട്ടിനോമിയൽ സാമ്പിളിംഗ് സ്ട്രാറ്റജി, സാമ്പിളിംഗ് ടോക്കൺസ് ബൈ യൂസിങ് ദി പ്രോബബിലിറ്റി. നേരത്തെ പറഞ്ഞ ഒരു ഇക്വേഷൻ EF(x) ബൈ ടോക്കൺസും ലോജിക്സും യൂസ് ചെയ്യുന്നത്. ബീം സെർച്ച്, മാക്സിമൈസ് പ്രോബബിലിറ്റി ഓഫ് ദി ഹോൾ sequence. First iteration beam width, second iteration, third iteration. Test candidates and keep only the best ones. ഓരോന്ന് സീക്വൻസ് പോലെ അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, അതിലത്തെ ബെസ്റ്റ് മാത്രം ചൂസ് ചെയ്യും. കോൺട്രാസ്റ്റീവ് സെർച്ച്, പെനലൈസ് റിപ്പീറ്റേറ്റീവ്നെസ്. തേർഡ് ഐറ്ററേഷൻ ടോപ്പ് K ടോക്കൺസ്. ടോപ്പ് K എന്തായിരുന്നു ഇവിടെ യൂസ് ചെയ്തത്? limits the number of top probable tokens sample from. ഇതിലിപ്പോൾ 5 ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബെറ്റർ ആയിട്ടുള്ള 3 മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. ആ ടോക്കൺസിൽ നിന്ന് ചൂസ് ചെയ്യുന്നതാണ് ആ ടോപ്പ് K എന്ന് പറഞ്ഞിട്ടുള്ള 4ാമത്തെ മെത്തേഡ്. കോൺട്രാസ്റ്റീവ് സെർച്ച് എന്ന് പറഞ്ഞിട്ട്. ദെൻ പെനലൈസ് റിപ്പീറ്റേറ്റീവ്നെസ്, തേർഡ് ഐറ്ററേഷൻ. മാക്സ് ഓഫ് കോസ് ഓഫ് ഹിം അറ്റ് കോസ് ഇൻ യു. സോ അതിൻ്റെ പെനാൽറ്റി യൂസ് ചെയ്തിട്ട് ഏതാണെന്ന് ചൂസ് ചെയ്യുന്നത്, ടോപ്പ് K വാല്യൂസും. ദെൻ അപ്രോച്ച് കോൺട്രാസ്റ്റീവ് സെർച്ച്. ആൻഡ് ഇതിൽ സെൽഫ് ലോജിക്സ് യൂസ് ചെയ്യുന്നതാണ് ഡീകോഡിങ്ങിന് വേണ്ടിയിട്ട്. ട്രാൻസ്ഫോമർ ബേസ്ഡ് LLM നേരത്തെ പറഞ്ഞ ഒരു ടൈപ്പ്.
ഇൻപുട്സ് ഫസ്റ്റ് ലെയർ നോർമലൈസേഷൻ, മാസ്ക്ഡ് സെൽഫ് അറ്റൻഷൻ, ലെയർ നോർമലൈസേഷൻ, ഒരു ന്യൂറൽ നെറ്റ്വർക്ക്, n-1th ലെയർ, ഫൈനൽ ലെയർ ആൻഡ് ഔട്ട്പുട്ട്സ്. ആൻഡ് SLED സെൽഫ് ലോജിക്സ് ഇവാലുവേഷൻ ഡീകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ all the decoding strategies above rely on the logics produced by the final layer, which is how transformers normally generate text. The issue is that the factual signals present in earlier layers can fade as the model goes deeper, leading the final layer to favor fluent but occasionally inaccurate outputs. സോ അത് ഒരുപാടാവുമ്പോഴാണ് ആ ഒരു കോണ്ടെക്സ്റ്റ് ഇതൊക്കെ ഒരുപാടാവില്ലേ, അപ്പോഴാണ് മോഡൽസ് ഹാലുസിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഹാലുസിനേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് SLED എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക്. SLED introduces a small but meaningful change. Instead of using only the final layers logics, it looks at how logics evolve across all layers. ആ ഒരു ഓരോ ലെയറിലും ഇവിടെ കുറേ ലെയേഴ്സ് ഉണ്ടാവുമല്ലോ ഇവിടെ നിന്ന് ഇതുവരെ, അപ്പോൾ ആ ഓരോ ലെയറിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് നോക്കും. Each layer contributes its own prediction and SLED measures how closely these predictions agree. സോ ഇതൊന്ന് ആ ലോജിക്സ് യൂസ് ചെയ്തിട്ട് ഓരോ പ്രഡിക്ഷനും എത്ര പ്രോബിലിറ്റി ഉണ്ട് നോക്കും ആൻഡ് ഏതാണ് ബെറ്റർ എന്നുള്ളത്. ഇറ്റ് ദെൻ അഡ്ജസ്റ്റ് ദ ഫൈനൽ ലോജിക്സ് ടുവാർഡ് ദിസ് ലെയർ വൈസ് കോൺസെൻസസ് ബിഫോർ സെലക്ടിങ് ദ നെക്സ്റ്റ് ടോക്കൺ. സോ അത് പ്രഡിക്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇവിടുന്ന് ഡയറക്റ്റ് ഫൈനൽ ലെയർ എന്നാണ് ലോജിക്സ് ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് ഓരോ ലെയറിൽ നിന്നും ആ ഒരു ഇൻപുട്ട് അകത്തോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ പ്രോബിലിറ്റീസ് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിന്ന് ഏറ്റവും ബെസ്റ്റാണ് ലോജിക്സിൽ പോകുന്നത് SLED ബേസ്ഡ്. ഓക്കെ, സോ ടോട്ടൽ ലെയറിന് അതുണ്ടാവും. ദെൻ ഇതാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക്. 3 techniques ടു ട്രെയിൻ ആൻ LLM യൂസിങ് അനദർ LLM. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ല, ഒരു വലിയ മോഡൽ വെച്ചിട്ട് അത് ജനറേറ്റ് ചെയ്ത കോമ്പിനേഷൻസ് വെച്ചിട്ട് അടുത്തൊരു മോഡലിനെ ട്രെയിൻ ചെയ്യുന്നത്. സോ അതാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക്. ആൻഡ് ഇതിൻ്റെയൊക്കെ ഒരു ആന്ത്രോപ്പിക്കിൻ്റെ മോഡൽസ് യൂസ് ചെയ്തിട്ട് ചൈനീസ് മോഡൽസ് നേരത്തെ ട്രെയിൻ ചെയ്തായിരുന്നു പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. അതായത് ഇവർ ആ ഒരു മോഡലിനെ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്തെടുത്തു നേരത്തെ പറഞ്ഞ ടെക്നിക്സ് ഒന്നൊക്കെ വെച്ചിട്ട്. പക്ഷെ മറ്റവരെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തു. എന്നിട്ട് അങ്ങനെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. കൊള്ളാണോ ഇല്ലാത്തതാണോ കുറേ ന്യൂസൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ മോഡൽസിനെ കുറേ പാരാമീറ്റേഴ്സിലിട്ടിട്ട് റൺ ചെയ്യും. ഡിഫറെൻറ്റ് ഇപ്പോൾ കോഡിങ്ങിൽ ഒരു 1000 ക്വസ്റ്റ്യൻ, മറ്റേതിൽ ഒരു 1000 ക്വസ്റ്റ്യൻ, ചിലപ്പോൾ കൂടുതൽ കൊടുക്കും. 1000 വെറുതെ എക്സാമ്പിൾ പറഞ്ഞാണ്. എന്നിട്ട് ആ ഒരു മോഡൽ ഇതിനെങ്ങനെയാണ് ആൻസർ ചെയ്ത് നോക്കും. ആ പാരാമീറ്റേഴ്സ് എടുത്തിട്ട് ഇവരുടെ മോഡലിനെ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യും. സോ നമ്മൾ അതേപോലെ ഒരു ആൻസർ വന്നിട്ടുണ്ടെങ്കിൽ ഇത് വൈഡ് വെറൈറ്റി ഓഫ് ഡാറ്റാസ് ഓൾറെഡി പ്രോസസ്സ് ചെയ്ത ആ ഒരു മോഡലിന് പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഇത് ആൻസർ ചെയ്യും. അതാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യണ കോസ്റ്റ് വരില്ല. മറ്റൊരെന്താണ് ഫുള്ള് ടെക്സ്റ്റ് കോർപ്പസ് കൊടുത്തിട്ട് ഈ പാരാമീറ്റേഴ്സൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ലേൺ ചെയ്യിക്കും. സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യിക്കും. നല്ല ചിലവാണ്. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു ഇതിൻ്റെ റൺ ചെയ്യിക്കാനുള്ള കോസ്റ്റ് മാത്രമേ വരുള്ളൂ. ഇപ്പോൾ API കോസ്റ്റും സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നതും കുറവല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടൊന്നും അത്ര വേണ്ടി വരില്ല. ഇതിൽ റൺ ചെയ്യിക്കാനുള്ള ആ ഒരു മോഡൽ റൺ ചെയ്യിക്കാനുള്ള, പിന്നെ യൂസേഴ്സിന് കൊടുക്കുമ്പോൾ മോഡൽ റൺ ചെയ്യിക്കാനുള്ള കോസ്റ്റ് മാത്രമേ വരുള്ളൂ. മറ്റേ അത്രയും ഹെവി കോസ്റ്റ് വരുന്നില്ല. കമ്പ്യൂട്ടേഷൻ ട്രെയിൻ ചെയ്യിക്കാനാണ് കൂടുതൽ കമ്പ്യൂട്ടേഷൻ ഉള്ളത്. റൺ ചെയ്യിക്കാൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ പഠിപ്പിച്ചെടുക്കണ്ടേ, അതാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളത്. മറ്റേ റൺ ചെയ്യിക്കുമ്പോൾ ഒരേ കൺസംഷൻ അല്ലേ വരിക, യൂസേഴ്സിനനുസരിച്ച് സ്കെയിൽ ചെയ്താണ്. സോ Llama 4 Scout and Maverick were trained using Llama 4 Behemoth. Gemma 2 and 3 were trained using Google's proprietary Gemini. And 3 techniques to train an LLM using another LLM. ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ, ഇതും കൂടി ഉള്ളൂ സെക്ഷൻ. ട്രാൻസ്ഫോമർ പള്ളിയിലൊക്കെ പോയിട്ട് ഏത് പള്ളി പോകണം? ഏത് പള്ളി പോകണം? അല്ല എനിക്കല്ല, പോകേണ്ടവർക്ക്. അശ്വതി പള്ളി പോകണ്ടോ? അശ്വതി അശ്വതി ക്രിസ്ത്യാനാണോ? ക്രിസ്ത്യാനി ആർക്കും പള്ളി പോകാൻ പറ്റുന്നൊന്നുമില്ല. എല്ലാവർക്കും പള്ളി പോകാല. ഞാൻ പോകുന്നുണ്ട്. ഞാനും പോകാറുണ്ട്. നോയമ്പ്
ഉണ്ടായിരുന്നു ചോദിക്കുന്നുണ്ട്. എടപ്പള്ളി പള്ളിയിലുണ്ടായിരുന്നല്ല. പള്ളിയിൽ എപ്പോഴും കിട്ടും. അയ്യോ ഫുഡ് കഴിക്കാൻ വരുമോ? ഫുഡ് കഴിക്കാനല്ലാതെ മതിയില്ല, തിങ്കളാഴ്ച എടുക്കാം. ഡിസ്റ്റിലേഷൻ കുഴപ്പമില്ല, ഏകദേശം ഇത്രയൊക്കെ മതി. LLMs പിന്നെ ഈ ഒരു ഇത് കഴിഞ്ഞ പിന്നെ സംഭവം ചെന്നൈ ആണുള്ളത്. ഇതാണ് ചെന്നൈ. ആ, അല്ല, ചെന്നൈ. LLMസും ആ ഒരു ഇതിൽ വരുന്ന അത് യൂസ് ചെയ്താണ് ചെന്നൈ. പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത്? അതിന് കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞാൽ നിനക്കില്ല, ഇവർക്കുണ്ട്. എപ്പോഴാണ്? അത് കഴിഞ്ഞാൽ അപ്പോൾ എടുക്കും. പിന്നെ അടുത്ത ആഴ്ച കഴിയാം. അടുത്ത ആഴ്ച നിനക്ക് SQL എത്ര ഉണ്ടായിരുന്നു? ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. SQL 1 മാസം എടുത്ത് ഞങ്ങൾക്ക്. 1 മന്ത് എടുത്ത് SQL ആയിരുന്നു.